റെക്കോർഡിംഗ് സ്റ്റാർട്ട് ആയിട്ടുണ്ട്. എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ ഹെൻകയുടെ 5ാമത്തെ എപ്പിസോഡാണ് ഇന്ന് നടക്കുന്നത്. നമുക്കറിയാം എത്രത്തോളമാണ് സാങ്കേതിക വിദ്യ ഇന്ന് മനുഷ്യന്റെ ജീവിതത്തിൽ ഒരു സ്വാധീനം ചെലുത്തിയിട്ടുള്ളതെന്ന്. അപ്പോ ആ ഒരു മാറ്റം തിരിച്ചറിഞ്ഞുകൊണ്ട് തന്നെയാണ് നമ്മൾ ഹെൻക സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത്. നമ്മുടെ 4 എപ്പിസോഡുകൾക്ക് ശേഷം നമ്മൾ ഇന്ന് പരിചയപ്പെടുത്തുന്നത് ടെക് ഫ്രീഡം എന്നുള്ള ആപ്ലിക്കേഷൻ ആണ്. സോ ഇത്രയൊക്കെയാണ് ഒരു ഇൻട്രൊഡക്ഷൻ ആയിട്ട് എനിക്ക് പറയാനുള്ളത്. എല്ലാവരെയും ക്ലാസ്സിലേക്ക് ഇൻവൈറ്റ് ചെയ്യാണ്. നമ്മുടെ ഈ ഒരു വെബിനാറിന് ഔപചാരിക സ്വാഗതം പറയുന്നതിന് വേണ്ടിയിട്ട് നമ്മുടെ ജോയിന്റ് സെക്രട്ടറി ആയിട്ടുള്ള അൻസാർ ഖാനെ സ്വാഗതം ചെയ്യാണ്. ബഹുമാനിയായിട്ടുള്ള KFB സംസ്ഥാന നിർവാഹക സമിതി അംഗം പ്രേമേച്ചി, ബഹുമാനപ്പെട്ട യൂത്ത് ഫോറം അധ്യക്ഷൻ വിനോദ് മാഷ്, യൂത്ത് ഫോറം സെക്രട്ടറി രാജേഷ് ഏട്ടൻ, യൂത്ത് ഫോറത്തിന്റെ ഉപാധ്യക്ഷന്മാർ, ജോയിന്റ് സെക്രട്ടറിമാർ, നിർവാഹക സമിതി അംഗങ്ങൾ, ഹലോ ഹലോ കേൾക്കാമോ? ഹലോ ലിജ വന്നിട്ടുണ്ട് പുതിയതായിട്ട്. ഹലോ 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 ലിജ വന്നിട്ടുണ്ട്. ഒന്ന് മ്യൂട്ട് ചെയ്യോ? ആ കറുച്ചാലേ ഒന്ന് മ്യൂട്ട് ചെയ്യോ? ഹലോ ശില്പ, ഞാൻ പറയുന്നത് കേൾക്കുന്നുണ്ടോ? കേൾക്കാൻ സാറേ, കണ്ടിന്യൂ ചെയ്തോളൂ. മറ്റു ബഹുമാനപ്പെട്ട KFBയുടെ സംസ്ഥാന, ജില്ലാ, ഫോറം, താലൂക്ക് ഭാരവാഹികളെ, പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ, യൂത്ത് ഫോറം സാങ്കേതിക വിദ്യ കാഴ്ചയില്ലാത്തവർക്ക് പരിചയപ്പെടുത്തുന്ന, സാങ്കേതിക വിദ്യയിലൂടെ എങ്ങനെ നമ്മുടെ അംഗങ്ങളെ ശാക്തീകരിക്കാം എന്ന ലക്ഷ്യം മുൻനിർത്തിക്കൊണ്ട് ആരംഭിച്ച ഓൺലൈൻ സാങ്കേതിക പരിപാടിയാണ് ഹെൻക എന്നുള്ളത്. വളരെ വിജയകരമായി തന്നെ നമ്മൾ 4 എപ്പിസോഡുകൾ നടത്തി. 5ാമത്തെ എപ്പിസോഡാണ് ഇന്ന് നടത്തുന്നത്. ടെക് ഫ്രീഡം എന്ന ആപ്ലിക്കേഷനെ കുറിച്ചിട്ടാണ് ഇന്നത്തെ ക്ലാസ്. നേരത്തെ വിദ്യാർത്ഥി ഫോറത്തിന്റെ ഭാരവാഹിയായിട്ടുള്ള അജ്മലാണ് ക്ലാസ് എടുക്കാമെന്ന് സമ്മതിച്ചിരുന്നത്. അപ്രതീക്ഷിതമായിട്ടുള്ള ചില തിരക്കുകൾ കാരണം അജ്മലിന് സാധിച്ചില്ല. ആ സാഹചര്യത്തിൽ നമുക്ക് വേണ്ടി ഇന്ന് ക്ലാസ് എടുക്കുന്നത് നമ്മുടെ എല്ലാം പ്രിയങ്കരിയായിട്ടുള്ള നമ്മുടെ സഹോദരി ഫാത്തിമയാണ്. എറണാകുളത്തുള്ള ആലുവ സ്വദേശിയായിട്ടുള്ള ഫാത്തിമയാണ്. അപ്പൊ ഇന്ന് ക്ലാസ് എടുക്കുന്ന ഫാത്തിമാനെ നമ്മുടെ ഈ ഒരു വെബിനാറിലേക്ക് ഹാർദവമായിട്ട് ആദ്യമേ സ്വാഗതം ചെയ്യുകയാണ്. ഇന്നത്തെ നമ്മുടെ ഈ പ്രോഗ്രാമിൽ ആമുഖ ഭാഷണം നിർവഹിക്കുന്നത് KFB സംസ്ഥാന നിർവാഹക സമിതി അംഗമായിട്ടുള്ള പ്രേമലത ചേച്ചിയാണ്. അവരെയും വളരെ സ്നേഹത്തോടു കൂടി ഈ വെബിനാറിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. അതോടൊപ്പം തന്നെ നമ്മുടെ ഈ പ്രോഗ്രാമിന് നന്ദി പറയുന്ന പ്രിയപ്പെട്ട എൻ്റെ സഹപ്രവർത്തകൻ, യൂത്ത് ഫോറത്തിന്റെ നിർവാഹക സമിതി അംഗമായിട്ടുള്ള അഫ്സലാണ്. അഫ്സലിനെയും ഈ പരിപാടിയിലേക്ക് സ്വാഗതം പറയുകയാണ്. യൂത്ത് ഫോറം പ്രസിഡന്റ്, വൈസ് പ്രസിഡന്റുമാര്, സെക്രട്ടറി, ജോയിന്റ് സെക്രട്ടറിമാര് ഉൾപ്പെടെയുള്ള യൂത്ത് ഫോറം ഭാരവാഹികൾ, മറ്റു സംസ്ഥാന, നമ്മുടെ സംഘടനയുടെ സംസ്ഥാന, ജില്ലാ, ഫോറം, താലൂക്ക് ഭാരവാഹികൾ, നമ്മുടെ പ്രിയപ്പെട്ട നമ്മുടെ സുഹൃത്തുക്കൾ, എല്ലാവരെയും ഈ ഒരു പ്രോഗ്രാമിലേക്ക് സ്വാഗതം ചെയ്തുകൊണ്ട് ഇത് വളരെ ഉപകാരപ്രദമായിട്ടുള്ള സെഷനായിരിക്കും. ആദ്യാവസാനം നമ്മുടെ ഈ പ്രോഗ്രാമുമായിട്ട് നിങ്ങളെല്ലാവരും സഹകരിക്കണം എന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് നിർത്തുന്നു. നന്ദി. ഹലോ കേൾക്കുന്നില്ലല്ലോ. ഹലോ
ശില്പ കേൾക്ക പറഞ്ഞോ. അടുത്തതായിട്ട് ആമുഖ പ്രഭാഷണത്തിന് വേണ്ടിയിട്ട് നമ്മുടെ KFBയുടെ സംസ്ഥാന നിർവാഹക സമിതി അംഗമായിട്ടുള്ള പ്രേമലത KV മാമിനെ ക്ഷണിക്കുകയാണ്. ഹലോ, പറഞ്ഞോളൂ. കേക്കത്തില്ലല്ലോ. കേക്കുന്നില്ലേ? കേക്കുന്നില്ലേ? ഹലോ, റേഞ്ചിന്റെ ഇപ്പൊ പ്രശ്നം. കേൾക്കാം ചേച്ചി, ഇപ്പൊ കേൾക്കാം. കേക്കുന്നില്ലേ? ആദ്യം മുതൽക്കേ ഞാൻ പറയാം. ബഹുമാനപ്പെട്ട KFB യൂത്ത് ഫോറം പ്രസിഡന്റ് ശ്രീ വിനോദ് മാഷ്, ഇവിടെ വിഷയാവതരണത്തിനെത്തിയ ഫാത്തിമ, ഫോറത്തിന്റെ സെക്രട്ടറി രാജേഷ് സാർ, ബഹുമാനപ്പെട്ട മറ്റ് യൂത്ത് ഫോറം ഭാരവാഹികളെ, ഇവിടെ പരിപാടി ക്ലാസ് കേൾക്കാനെത്തിയ മുഴുവൻ പ്രിയപ്പെട്ട KFBയുടെ കുടുംബാംഗങ്ങളെ, ഫെൻക 2K24 5ാം എപ്പിസോഡിലേക്ക് 2 വാക്ക് സംസാരിക്കാൻ എന്നെ വിളിച്ചതിനുള്ള സന്തോഷവും സ്നേഹവും ഞാൻ ആദ്യം തന്നെ അറിയിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, ഞാൻ വലിയൊരു ആമുഖ പ്രഭാഷണത്തിനൊന്നും മുതിരുന്നില്ല. കാരണം എന്ന് വെച്ചാൽ നമ്മുടെ വിലപ്പെട്ട ക്ലാസ്സാണ് ഇവിടെ നടക്കാൻ പോകുന്നത്. അതുകൊണ്ട് തന്നെ 2 വാക്ക് ഞാൻ സംസാരിക്കുകയാണ്. KFB എന്താണെന്നും KFB രൂപീകരിച്ചത് എപ്പോഴാണെന്നും KFBയുടെ ഉദ്ദേശ ലക്ഷ്യങ്ങൾ എന്താണെന്നും ഒക്കെ നമുക്കെല്ലാവർക്കും അറിയാം. അതിലേക്കൊന്നും ഞാൻ കടക്കുന്നില്ല. എന്നാലും കുറച്ച് കാര്യങ്ങൾ പറയാം എന്ന് വിചാരിക്കുന്നു. 14 ജില്ലകളിലും KFBയെ ശക്തിപ്പെടുത്തുവാൻ വേണ്ടി ജില്ലാ യൂണിറ്റുകളും താലൂക്ക് യൂണിറ്റുകളും പ്രവർത്തിച്ചു വരുന്നു. ഒപ്പം തന്നെ സംഘടനയുടെ കീഴിൽ 6ഓളം ഫോറങ്ങളും പ്രവർത്തിച്ചു വരുന്നുണ്ട്. ഈ താലൂക്ക് ഘടകങ്ങൾ ജില്ലാ ഘടകത്തെ ശക്തിപ്പെടുത്തുമ്പോൾ താലൂക്ക് ഘടകങ്ങളും അതുപോലെ ജില്ലാ ഘടകങ്ങളും ഫോറങ്ങളും നമ്മുടെ സ്റ്റേറ്റിനെ ശക്തിപ്പെടുത്തുകയാണ്. നമ്മുടെ പൂർവികർ തുടങ്ങിവെച്ച ഈ പ്രവർത്തനങ്ങൾ വളരെ ഭംഗിയായി ഇന്ന് വരെയും നമ്മളിപ്പോഴും തുടർന്നു കൊണ്ടിരിക്കുകയാണ്. അതിൽ ഏറ്റവും ഫോറങ്ങളിൽ എന്ന് പറഞ്ഞാൽ ഫോറങ്ങളുടെ പ്രവർത്തനം എന്ന് പറഞ്ഞാൽ എല്ലാ ഫോറങ്ങളും മികച്ച പ്രവർത്തനങ്ങൾ കാഴ്ചവെക്കുന്നുണ്ട്. ഈ കമ്മിറ്റി, ഇതിന് മുന്നിലുള്ള കമ്മിറ്റിയും യൂത്ത് ഫോറത്തിന്റെ വളരെ ശക്തമായി തന്നെ കാഴ്ച പരിമിതർക്ക് വേണ്ടി നിലകൊണ്ട ഒരു ഫോറമായിരുന്നു. തുടർന്ന് വന്ന കമ്മിറ്റി, ഇപ്പോഴുള്ള നിലവിലുള്ള കമ്മിറ്റി, അതിലും വ്യത്യസ്തമായ രീതിയിലാണ് പ്രവർത്തനങ്ങൾ ഭിന്നശേഷിക്ക് നമ്മുടെ കാഴ്ച പരിമിതരായ ജനങ്ങൾക്ക് വേണ്ടി ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഓഫ്ലൈനായും ഗൂഗിൾ മീറ്റിലൂടെയും ഇടവിട്ട് ഒരു ഗ്യാപ്പും വരാതെ വിധത്തിൽ വളരെ നല്ല പ്രവർത്തനങ്ങൾ കാഴ്ച പരിമിതരായ ആൾക്കാരുടെ ഇടയിൽ ഇറങ്ങിച്ചെന്നുകൊണ്ട് നമുക്ക് വളരെയധികം ഉപകാരപ്രദമായ ക്ലാസ്സുകളും അതുപോലെ പരിശീലനങ്ങളും അതുപോലെ ഈ കാർഡ് ലഭിക്കാത്ത ആൾക്കാരെ കണ്ടെത്തി ഈ കാർഡ് ലഭ്യമാക്കുന്ന പ്രവർത്തനവും അതുപോലെ വനിതകൾക്ക് വേണ്ടി നീന്തൽ പരിശീലനവും ഒക്കെ കൊടുത്തുകൊണ്ട് നമ്മുടെ യൂത്ത് ഫോറം വളരെ നല്ല രീതിയിലുള്ള പ്രവർത്തനങ്ങൾ കാഴ്ചവെച്ചുകൊണ്ടിരിക്കുകയാണ്. നല്ല ശക്തരായ ചുണക്കുട്ടന്മാരായ ഭാരവാഹികളാണ് ഇപ്പം യൂത്ത് ഫോറത്തിലുള്ളത്. ഇനിയും നമ്മുടെ ഈ യൂത്ത് ഫോറത്തിന് നമ്മൾക്ക് വേണ്ടി എന്തൊക്കെ ചെയ്യാൻ കഴിയുമെങ്കിൽ അതൊക്കെ ചെയ്തു കൊടുക്കാൻ കഴിയുമാറാകട്ടെ എന്ന് മാത്രം പ്രാർത്ഥിച്ചുകൊണ്ടും ആശംസിച്ചുകൊണ്ടും ഈ പരിപാടിക്ക് എല്ലാ അഭിവാദ്യം അർപ്പിച്ചുകൊണ്ടും ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുകയാണ്. നന്ദി, നമസ്കാരം. താങ്ക് യു മാം, നമ്മുടെ ആമുഖ പ്രഭാഷണം നടത്തിയതിന്.
അടുത്തതായിട്ട് നമ്മൾ നമ്മുടെ ക്ലാസ്സിലേക്ക് കടക്കുകയാണ്. ഇന്നത്തെ നമ്മുടെ സെഷൻ ഹാൻഡിൽ ചെയ്യുന്നത് ഫാത്തിമയാണ്. നമ്മുടെ സ്വാഗത പ്രസംഗത്തിൽ പറഞ്ഞ പോലെ തന്നെ പെട്ടെന്നാണ് ഫാത്തിമ ഈ ക്ലാസ് ഏറ്റെടുത്തത്. അപ്പോൾ ഫാത്തിമയോടുള്ള നന്ദി ആദ്യം തന്നെ അറിയിക്കുകയാണ്. നമ്മുടെ ടെക് ഫ്രീഡത്തിന്റെ ക്ലാസ് നയിക്കുന്നതിന് വേണ്ടി ഫാത്തിമയെ സ്വാഗതം ചെയ്യാണ്. കേൾക്കാമോ? ക്ലിയർ ആണ്. ഈ ടോക്ക് ബാക്കിന്റെ ശബ്ദം ക്ലിയർ ആവുന്നുണ്ടോ? കേൾക്കാം മാഡം. താങ്ക് യു. എല്ലാവർക്കും നമസ്കാരം. ആദ്യമേ തന്നെ എല്ലാവരോടും ഞാനൊരു കാര്യം പറയാം. ഞാൻ ആദ്യമായിട്ടാണ് ഇതുപോലൊരു ടെക്നോളജിന്റെ ക്ലാസ് കണ്ടക്ട് ചെയ്യുന്നത്. അതിൻ്റെതായ എല്ലാ പരിമിതികളും ക്ലാസ്സിൽ ഉണ്ടാവും. അതുകൊണ്ട് തന്നെ എല്ലാവർക്കും മനസ്സിലാക്കി തരാൻ പറ്റും എന്ന പ്രതീക്ഷയോടെ ഞാൻ ക്ലാസ് ആരംഭിക്കുകയാണ്. നമുക്കറിയാം, നമ്മള് മുൻപേ അറിഞ്ഞിട്ടുണ്ടായിരുന്നു, ഇന്ന് ക്ലാസ് കണ്ടക്ട് ചെയ്യുന്നത് ടെക് ഫ്രീഡം എന്ന ആപ്ലിക്കേഷനെ കുറിച്ചാണ്. ഒരുപാട് ആപ്ലിക്കേഷൻസ് ഉപയോഗിക്കുന്നവരാണ് നാം ഓരോരുത്തരും, അല്ലെ? PDF വായിക്കാൻ, അതുപോലെ തന്നെ പൈസ നോട്ട് ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട്, അതുപോലെ പാസ്വേഡ് സേവർ, നോട്ട് പാഡ്, ഡോക്യുമെന്റ് സേവർ, അങ്ങനെ ഒരുപാട് ആവശ്യങ്ങൾക്കായിട്ട് ഒരുപാട് ആപ്ലിക്കേഷൻസ് നമ്മൾ ഉപയോഗിക്കാറുണ്ട്. എന്നാൽ ഇവയെല്ലാം ഉൾക്കൊള്ളിച്ചുകൊണ്ട് ഒരൊറ്റ ആപ്ലിക്കേഷൻ നമുക്ക് ഉപയോഗിക്കാൻ സാധിച്ചാലോ? അത് വളരെ നല്ലൊരു കാര്യമാണ്, അല്ലെ? നമുക്ക് ഒരുപാട് ആപ്ലിക്കേഷൻസ് ഒഴിവാക്കാൻ സാധിക്കും. അതുപോലെ തന്നെ ഫോണിന്റെ ഹാങ് ഒക്കെ ഒഴിവാക്കാൻ സാധിക്കും. അത്തരത്തില് നമുക്ക് എല്ലാവർക്കും പ്രയോജനപ്രദമായ രീതിയിൽ, പ്രത്യേകിച്ചും കാഴ്ച പരിമിതരായ നമുക്ക് ഓരോരുത്തർക്കും പ്രയോജനപ്രദമായ രീതിയിൽ നിർമ്മിക്കപ്പെട്ടിട്ടുള്ള ഒരു ആപ്ലിക്കേഷനാണ് ടെക് ഫ്രീഡം എന്ന് പറയുന്നത്. അപ്പോൾ ഈ ടെക് ഫ്രീഡത്തിന് ഇത്രയും പോസിറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ ഉണ്ടെങ്കിൽ പോലും എല്ലാ ആപ്ലിക്കേഷൻസിനും ഉള്ളതുപോലെ തന്നെ സെക്യൂരിറ്റി പ്രോബ്ലംസ് ഈ ടെക് ഫ്രീഡം എന്ന ആപ്ലിക്കേഷനും ഉണ്ട്. അതായത് നമ്മൾ സൈൻ ഇൻ ചെയ്യുമ്പോൾ നമ്മൾ VI ആണ്, അതായത് കാഴ്ച പരിമിതരാണ് എന്ന് ഉറപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് അവർ മെഡിക്കൽ ബോർഡിന്റെ സർട്ടിഫിക്കറ്റ് ചോദിക്കുന്നുണ്ട്. അപ്പൊ നമ്മൾ മെഡിക്കൽ ബോർഡിന്റെ സർട്ടിഫിക്കറ്റ് അപ്ലോഡ് ചെയ്താൽ മാത്രമാണ് ഈ ആപ്പിന്റെ ഇന്റർഫേസ്, അതായത് ഈ ആപ്പിലുള്ള ഓപ്ഷൻസ് നമുക്ക് കാണാനായിട്ട് സാധിക്കുള്ളൂ, ഉപയോഗിക്കാനായിട്ട് സാധിക്കുള്ളൂ. അപ്പൊ അവർ ഇരിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, ഇതൊരിക്കലും ഗവൺമെന്റിന്റെ ഒഫീഷ്യൽ ആയിട്ടുള്ള ഒരു ആപ്ലിക്കേഷൻ അല്ല. ഗവൺമെന്റിന്റെ ഒഫീഷ്യൽ ആയിട്ടൊരു ആപ്ലിക്കേഷൻ അല്ലാത്തത് കൊണ്ട് തന്നെ പൂർണ്ണമായിട്ടുള്ള സെക്യൂരിറ്റി നമുക്ക് പൂർണ്ണമായിട്ടുള്ള ഒരു വിശ്വാസം നമുക്ക് ഉണ്ടാവുന്ന ഉറപ്പ് പറയാനായിട്ട് സാധിക്കില്ല. നമ്മുടെ സ്വയം റിസ്കിൽ മാത്രമാണ് നമുക്ക് ഈ ആപ്ലിക്കേഷൻ ഉപയോഗിക്കാനായിട്ട് സാധിക്കുക. അതെല്ലാവരും പ്രത്യേകം ഓർത്തിക്കുക. പിന്നെ ആദ്യം ഈ ആപ്ലിക്കേഷൻ പ്ലേ സ്റ്റോറിൽ ഇല്ലാത്തൊരു ആപ്ലിക്കേഷൻ ആയിരുന്നു. പിന്നീട് പ്ലേ സ്റ്റോറിലേക്ക് വന്നതിന് ശേഷം ഈ ആപ്ലിക്കേഷനിലുള്ള മാൽവെയറുകളെല്ലാം ഒഴിവാക്കപ്പെട്ടിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അത്തരത്തിലുള്ള ഒരു പേടി നമുക്ക് ഈ ആപ്ലിക്കേഷൻ ഉപയോഗിക്കുമ്പോൾ വേണ്ട. പക്ഷെ ഒരു കാര്യം എല്ലാവരും കൃത്യമായിട്ട് ഓർത്തിരിക്കുക, നമ്മുടെ സ്വയം റിസ്കിൽ മാത്രമാണ് നമുക്ക് ഈ ആപ്ലിക്കേഷൻ ഉപയോഗിക്കാനായിട്ട് സാധിക്കുക. താല്പര്യമുള്ളവർക്ക് മാത്രം ഉപയോഗിച്ച് നോക്കാവുന്നതാണ്. അപ്പോ ഞാൻ ആപ്ലിക്കേഷനിലേക്ക് കിടക്കുകയാണ്. ഏകദേശം 14ഓളം ഓപ്ഷൻസ് ആണ് ഈ ആപ്ലിക്കേഷനിൽ ഉള്ളത്. നമുക്ക് ആദ്യത്തെ ഓപ്ഷൻ പരിചയപ്പെടാം. ആദ്യത്തെ ഓപ്ഷൻ ആപ്പ് ബാക്കപ്പ് ആണ്. നമുക്കറിയാം, നമ്മുടെ ഫോണിലുള്ള പല ആപ്ലിക്കേഷൻസും പ്ലേ സ്റ്റോറിൽ ഇല്ലാത്തതാണ്. ആ ആപ്ലിക്കേഷൻസ് നമ്മൾ ഷെയർ ചെയ്യണമെന്നുണ്ടെങ്കിൽ പല തേർഡ് പാർട്ടി ആപ്ലിക്കേഷൻസും, അതായത് പ്ലേ സ്റ്റോറിൽ നിന്നും പല ആപ്ലിക്കേഷൻസും ഡൗൺലോഡ് ചെയ്ത് ഉപയോഗിക്കേണ്ടതുണ്ട്. അതിന് പകരമായിട്ട് ഈ ആപ്ലിക്കേഷൻ ടെക് ഫ്രീഡം നൽകുന്ന ഒരു ഓപ്ഷനാണ് ആപ്പ് ബാക്കപ്പ് എന്നത്. നമുക്ക് ഈ ആപ്പ് ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് ഏത് ആപ്പ് വേണമെങ്കിലും ബാക്കപ്പ് ചെയ്തിട്ട് നമുക്ക് വേണമെങ്കിൽ ഫയൽ മാനേജറിലേക്ക് സൂക്ഷിക്കാം, അല്ലെങ്കിൽ നമുക്ക് ആർക്ക് വേണമെങ്കിലും ഷെയർ ചെയ്യുകയും ചെയ്യാം. ഞാൻ ഈ ഓപ്ഷൻ ഡബിൾ ടാപ്പ് ചെയ്യാണ്. More options. ഇപ്പോ എന്റെ ഫോണിലുള്ള ആപ്ലിക്കേഷൻസ് ആണ് കാണിക്കുന്നത്. ഞാനിതിൽ ഓഡിയോ ലാബ് തന്നെ ബാക്കപ്പ് ചെയ്യാനായിട്ട് തീരുമാനിക്കുകയാണ്. ഓഡിയോ ലാബ് ഡബിൾ ടാപ്പ് ചെയ്യുന്നു. ആപ്പ് നെയിം ഓഡിയോ ലാബ് എന്നതാണ് ആപ്പിന്റെ പേര്. ആപ്പ് പാക്കേജ് നെയിം ഓക്കെ, ഇതാണ് ആപ്പ് പാക്കേജ് നെയിം.
ആപ്പ് വേർഷൻ 1.2.18. ഓക്കെ. Take backup button. ടേക്ക് ബാക്കപ്പ് ഇത് ക്ലിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ബാക്കപ്പ് എടുത്ത് നമ്മുടെ മൈ ഫയൽസിലെ ഒരു ഫോൾഡറിലേക്ക് ഈ ആപ്പിന്റെ APK സൂക്ഷിക്കാനായിട്ട് സാധിക്കും. Share button. ഷെയർ ക്ലിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈ ആപ്ലിക്കേഷൻ വേറെ ആർക്കെങ്കിലും ഷെയർ ചെയ്ത് വാട്സപ്പ് വഴി ടെലഗ്രാം വഴിയൊക്കെ വേറെ ആർക്കെങ്കിലും ഷെയർ ചെയ്ത് കൊടുക്കാനും സാധിക്കും. Play Store button. പിന്നെ ഈ ആപ്ലിക്കേഷൻ പ്ലേ സ്റ്റോറിൽ ഉള്ളതാണെന്നുണ്ടെങ്കിൽ ഇവിടെ ക്ലിക്ക് ചെയ്താൽ നേരെ പ്ലേ സ്റ്റോറിലേക്ക് ആയിരിക്കും പോവാ. അപ്പൊ നമുക്ക് വേണമെങ്കിൽ അൺഇൻസ്റ്റാൾ ചെയ്യാം, അപ്ഡേറ്റ് ചെയ്യാം. അങ്ങനെ പ്ലേ സ്റ്റോറിൽ നിന്ന് നമുക്ക് എന്തെല്ലാം ചെയ്യാൻ സാധിക്കുമോ അതെല്ലാം ഓപ്പണിംഗ് പ്ലേ സ്റ്റോർ എന്നത് ക്ലിക്ക് ചെയ്തുകൊണ്ട് നമുക്ക് ചെയ്യാൻ സാധിക്കുന്നതാണ്. ഓക്കെ, ഞാനിവിടെ ബാക്ക് ബട്ടൺ ക്ലിക്ക് ചെയ്യാണ്. ഇത്രയും ഓപ്ഷൻസ് ആണ് ആപ്പ് ബാക്കപ്പ്. വളരെ സിമ്പിൾ ആയിട്ടുള്ള ഇന്റർഫേസ് ആണ് ഉള്ളത്. ഇനി നമുക്ക് മോർ ഓപ്ഷൻസിൽ എന്തൊക്കെയുണ്ടെന്ന് ജസ്റ്റ് ഒന്ന് നോക്കാം. Audio app 1.2 app name. App open into share app name. App in app open into play app audio app. Ask audio more options backup app list. പിന്നെ ആപ്സ് ലിസ്റ്റ്, ഈ മൊത്തത്തിലുള്ള എല്ലാ ആപ്പും നമുക്ക് ഒരുമിച്ച് ബാക്കപ്പ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ബാക്കപ്പ് ആപ്സ് ലിസ്റ്റ് എന്നുള്ളത് ക്ലിക്ക് ചെയ്താൽ മതിയാവും. ഇത് മാത്രമാണ് മോർ ഓപ്ഷൻസിലുള്ളത്. ഇനി അടുത്ത ഓപ്ഷൻ ആണ് ഓഡിയോ എഡിറ്റർ. നമുക്കറിയാം നമ്മൾ പല ആപ്ലിക്കേഷൻസ് ആണ് ഓഡിയോ എഡിറ്റ് ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്നത്. മൊബൈൽ ഫോണിൽ കൂടുതലും ആളുകൾ ഉപയോഗിക്കുന്നത് ഓഡിയോ ലാബ് എന്ന ആപ്ലിക്കേഷൻ ആണ്. അതിന് പകരം എന്ന് പറയാൻ പറ്റില്ലെങ്കിലും ബേസിക് ആയിട്ട് നമ്മൾ ഓഡിയോ എഡിറ്റിംഗ് ചെയ്യുന്നതാണ് ട്രിം ചെയ്യുക, അതായത് കട്ട് ചെയ്തെടുക്കുക, അതുപോലെ തന്നെ 2 ഓഡിയോ കൂട്ടിച്ചേർക്കുക, മെർജ് ചെയ്യുക. ഈ 2 ഓപ്ഷൻസ് ആണ് ഓഡിയോ എഡിറ്ററിൽ ഇപ്പൊ നമുക്ക് ഈ ആപ്ലിക്കേഷനിൽ അവൈലബിൾ ആയിട്ടുള്ളത്. വരും അപ്ഡേറ്റുകളിൽ കൂടുതൽ ഓപ്ഷൻസ് കൊണ്ടുവരുന്നത് നമുക്ക് പ്രതീക്ഷിക്കാം. അപ്പൊ നമുക്ക് ഈ ഓഡിയോ എഡിറ്റർ എന്ന ഓപ്ഷൻ പരിചയപ്പെടാം. കട്ടർ എന്ന് പറഞ്ഞാൽ നമുക്ക് ആവശ്യമുള്ള ഭാഗം ഈ ഒരു ഓഡിയോയിൽ നിന്നും ഡിലീറ്റ് ചെയ്ത് കളയാം, അല്ലെങ്കിൽ ആവശ്യമുള്ള ഭാഗം നമുക്ക് ഒരു ഓഡിയോയിൽ നിന്നും കട്ട് ചെയ്തെടുക്കാം. ആദ്യം ഞാൻ ഈ കട്ടർ എന്ന ഓപ്ഷൻ ഡബിൾ ടാപ്പ് ചെയ്യുന്നു. ഇപ്പോ ഞാനിത് നേരത്തെ ചെയ്തു വെച്ചിട്ടുള്ളത് കൊണ്ട് തന്നെ എന്റെ ഫയൽ മാനേജറിൽ ഒരു ഫോൾഡറിലേക്കാണ് ഇത് നേരെ വന്നിട്ടുള്ളത്. ഞാൻ എന്തായാലും ബാക്ക് അടിച്ച് ഒരു ഓഡിയോ സെലക്ട് ചെയ്യാണ്. Show me search more com.com.whatsapp back button. And search for media back button. Com.dspace.town intent is the key move. I say I use national visit characteristic grab reports app to I upload this deeply app I upload download app to video back button. App to audio. Now, American bands. Review photo map. Repayment. London. Promise. ഓക്കെ, ഞാനൊരു സോങ് ഇവിടെ സെലക്ട് ചെയ്തിട്ടുണ്ട്. ഇതാണ് ഞാൻ സെലക്ട് ചെയ്ത സോങ്. ഇതാണ് സ്റ്റാർട്ടിംഗ് ടൈം. 0% ആണ്. നമുക്ക് വേണമെങ്കിൽ സ്ലൈഡർ ഇവിടെ അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാനായിട്ട് സാധിക്കും. ഇവിടെ വേണമെങ്കിൽ എഡിറ്റ് ഓപ്ഷൻ ക്ലിക്ക് ചെയ്തിട്ട് എത്ര മിനിറ്റ് മുതലാണ് നമുക്ക് തുടങ്ങേണ്ടത് എന്നുള്ളത് ക്ലിക്ക് ചെയ്ത് കൊടുക്കാൻ പറ്റും. ഞാനിവിടെ ഒരു 1 മിനിറ്റ് കൊടുക്കുകയാണ്. ഓക്കെ ഓക്കെ, ഞാനിവിടെ 1 എന്നുള്ളത് കൊടുത്തിട്ടുണ്ട്. ഇവിടെ നമുക്ക് വേണമെങ്കിൽ സെക്കൻഡ് കൊടുക്കാനായിട്ട് പറ്റും. നമുക്കിവിടെ ഓക്കെ ക്ലിക്ക് ചെയ്യാം. ഇനി നമുക്ക് ഇവിടെ വേണമെങ്കിൽ നമ്മൾ സെലക്ട് ചെയ്ത പാട്ട് തന്നെയല്ലേ എന്നുള്ളത് പ്ലേ ചെയ്ത് നോക്കാം. ഇവിടെ നമുക്ക് റിവൈൻഡ് ചെയ്യാം. ഇവിടെ ഓപ്പൺ ആയിട്ട് വന്നിട്ടുള്ളത് ഈ ആപ്ലിക്കേഷൻ തന്നെ മറ്റൊരു ഫീച്ചർ ആയിട്ടുള്ള മൈ പ്ലെയർ എന്ന് പറഞ്ഞിട്ടൊരു ഓഡിയോ പ്ലെയർ ആണ്. എന്തായാലും നമുക്ക് ഇത് ഈ സോങ് സെലക്ട് ചെയ്തത് ശരിയാണോ എന്നുള്ളത് കേട്ടോ നോക്കാം. എന്തോ എറർ ഉണ്ടെന്ന് തോന്നുന്നു.
എന്തായാലും ഇത് കറക്റ്റ് ആയിട്ട് കിട്ടാറുള്ളതാണ്. പെട്ടെന്ന് സംഭവിച്ച എന്തോ എറർ ആവാനാണ് സാധ്യത. അപ്പൊ എന്തായാലും നമുക്ക് ഈ ആപ്ലിക്കേഷനിൽ ഇതുപോലെ കട്ട് ചെയ്തതിന് ശേഷം സേവ് ചെയ്യാവുന്നതാണ്. കട്ട് ബട്ടൺ ക്ലിക്ക് ചെയ്യാം. ഓക്കെ, ഇവിടെ കട്ട് ബട്ടൺ ക്ലിക്ക് ചെയ്താൽ സേവ് ചെയ്യാനുള്ള ഓപ്ഷൻ വരാറുള്ളതാണ്. നേരത്തെ വരെ കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല. പെട്ടെന്ന് എന്താണ് സംഭവിച്ചതെന്ന് അറിയില്ല. ഇവിടെ കട്ട് ചെയ്യുക, ഇതിനുശേഷം സേവ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. അത്രയേ ഉള്ളൂ, പ്രത്യേകിച്ച് ഒന്നും തന്നെ ചെയ്യാനില്ല. അതുപോലെ തന്നെ മറ്റൊരു ഓപ്ഷനാണ് മെർജ് എന്ന് പറയുന്നത്. മെർജ് ഇതിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്നത് 2 ഓഡിയോകൾ കൂട്ടിച്ചേർക്കുക എന്നുള്ളതാണ്. ഇതിൽ പ്രത്യേകിച്ച് ഒന്നും തന്നെ ഇല്ല. നമ്മൾ ആദ്യം തന്നെ ആഡ് ഓഡിയോ ക്ലിക്ക് ചെയ്യാം. ഇവിടെ ഞാനൊരു ഓഡിയോ സെലക്ട് ചെയ്യുന്നുണ്ട്. വീണ്ടും ആഡ് ഓഡിയോ ക്ലിക്ക് ചെയ്യാം. ഓക്കെ, ഇവിടെ ഞാൻ 2 ഓഡിയോ സെലക്ട് ചെയ്തിട്ടുണ്ട്. മെർജ് ക്ലിക്ക് ചെയ്യാം. ഇവിടെ നമുക്ക് വേണമെങ്കിൽ പേര് മാറ്റി കൊടുക്കാം. ഞാനിവിടെ പേര് മാറ്റാണ്. 1 എന്ന് കൊടുക്കാണ്. ഇവിടെ നമുക്ക് സേവ് ചെയ്യാവുന്നതാണ്. അപ്പൊ നമുക്ക് പെട്ടെന്ന് ഈ വലിയ പേരിൽ നിന്നും മാറ്റിയിട്ട് നമുക്ക് പെട്ടെന്ന് ഐഡന്റിഫൈ ചെയ്യാനായിട്ട് ഇത് ഹെൽപ്പ് ചെയ്യും. നമുക്ക് റിനെയിം ചെയ്ത് സേവ് ചെയ്യാവുന്നതാണ്. ഇത്രയാണ് മെർജ് ഓഡിയോയിലുള്ളത്. ഞാനിത് ആവശ്യമില്ലാത്തത് കൊണ്ട് തന്നെ ക്യാൻസൽ ചെയ്യാണ്. ഇത്രയാണ് ഇതിൽ കട്ടർ, മെർജർ ഈ 2 ഓപ്ഷൻസ് ആണ് ഓഡിയോ എഡിറ്റ് എന്ന ഫീച്ചറിലുള്ളത്. നമുക്ക് മറ്റൊരു ഓപ്ഷൻ പരിചയപ്പെടാം. അടുത്ത ഓപ്ഷൻ പരിചയപ്പെടാം. അടുത്തതാണ് നമ്മൾ എല്ലാവരും ഉപയോഗിക്കുന്ന ഒരു ആപ്ലിക്കേഷൻ ആയിരിക്കും RBI മണി എന്ന് പറയുന്നത്. അല്ലെങ്കിൽ മറ്റൊരു ആപ്ലിക്കേഷനാണ് ക്യാഷ് റീഡർ. ഈ 2 ആപ്ലിക്കേഷൻസിന് പകരമായിട്ട് നമുക്ക് നോട്ടുകൾ, ബാങ്ക് കറൻസി തിരിച്ചറിയാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കാവുന്ന ഒരു ആപ്ലിക്കേഷൻ ആണ് ക്യാഷ് റീഡർ എന്ന് പറയുന്നത്. നമ്മൾ ഉപയോഗിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, ഇത് പൂർണ്ണമായിട്ടും കൺഫേം ആണെന്ന് പറയാനായിട്ട് സാധിക്കില്ല. കാരണം ഈ ആപ്ലിക്കേഷൻ ഡെവലപ്പിംഗ് സ്റ്റേജിലാണ് ഉള്ളത്. അതുകൊണ്ട് തന്നെ നമ്മൾ കൺഫേം ചെയ്യുന്നതിന് വേണ്ടിയിട്ട് മറ്റ് ആപ്ലിക്കേഷൻസ് കൂടി നോക്കുന്നത് നന്നായിരിക്കും. ഞാൻ എന്തായാലും നിങ്ങളെ കാണിക്കാൻ വേണ്ടിയിട്ട് ഒരു നോട്ട് ഇവിടെ എടുത്തിട്ടുണ്ട്. അപ്പോ നമുക്ക് ക്യാഷ് റീഡറിൽ വായിപ്പിച്ച് നോക്കാം. ഓക്കെ, ഇത് ഓപ്പൺ ആക്കുമ്പോൾ തന്നെ ഇവിടെ ക്യാമറ ഓപ്പൺ ആയിട്ട് വരും. അപ്പൊ നമ്മള് ബാക്ക് ക്യാമറ ആയിരിക്കും വരിക. ബാക്ക് ക്യാമറയുടെ കുറച്ച് ഡിസ്റ്റൻസിൽ ഈ ക്യാഷ് കാണിച്ചു കൊടുക്കുക. ഞാനിവിടെ കാണിച്ചു കൊടുത്തിട്ടുണ്ട്. ഓക്കെ, 50 റുപ്പി എന്നിവിടെ വായിച്ചു തന്നിട്ടുണ്ട്. 50 രൂപയുടെ നോട്ടാണ് ഞാൻ എടുത്തിട്ടുള്ളത്. 50 റുപ്പി എന്നിവിടെ വായിച്ചു തന്നിട്ടുണ്ട്. ഇത്ര മാത്രമേ ഉള്ളൂ ക്യാഷ് റീഡറിൽ. ഞാൻ കറക്റ്റ് ആയിട്ടുള്ള നോട്ട് തന്നെയാണ് എടുത്തത്, നോക്കിയിട്ടുണ്ടായിരുന്നു. അപ്പൊ എനിക്കിത് കൺഫേം ആയിട്ട് തന്നെ വായിക്കാൻ പറ്റിയിട്ടുണ്ട്. പക്ഷെ ചില സന്ദർഭങ്ങളിൽ ഇത് കൺഫേം ആവണമെന്ന് നിർബന്ധമില്ല. ഞാൻ എന്തായാലും ബാക്ക് അടിക്കുകയാണ്. ഇത് ഡോക്യുമെന്റ് കൺവേർട്ടർ. അതായത് നമുക്കറിയാം, നമുക്ക് പല ടെക്സ്റ്റ് മെസ്സേജുകൾ കിട്ടാറുണ്ടാവും. അപ്പൊ നമുക്ക് ആഗ്രഹം ഉണ്ടാവും ഇതൊന്ന് PDF ആയിട്ട് കൺവേർട്ട് ചെയ്യാൻ പറ്റിയിരുന്നെങ്കിൽ എന്ത് രസമായിരുന്നു. അതുപോലെ പല PDF കിട്ടുമ്പോൾ ഇത് ടെക്സ്റ്റ് രൂപത്തിൽ ആർക്കെങ്കിലും അയക്കാൻ പറ്റിയിരുന്നെങ്കിൽ നല്ലതായിരുന്നില്ലേ എന്നൊക്കെ ചിന്തിക്കാറുണ്ടാവും അല്ലെ. അങ്ങനെ നമുക്ക് ഒരു PDF ടെക്സ്റ്റ് ആയിട്ടും അതുപോലെ ടെക്സ്റ്റിനെ PDF ആയിട്ടൊക്കെ കൺവേർട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ഫീച്ചറാണ് ഡോക്യുമെന്റ് കൺവേർട്ടർ എന്ന് പറയുന്ന ഒരു ഫീച്ചർ. എനിക്കിത് വളരെയധികം ഉപകാരപ്പെടാറുണ്ട്. കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഇമേജസ് ഒക്കെ ഉണ്ടല്ലോ, ഇമേജസ് ഒക്കെ നമുക്ക് ഇതുപോലെ ടെക്സ്റ്റ് ആയിട്ടും PDF ആയിട്ടൊക്കെ കൺവേർട്ട് ചെയ്യുമ്പോൾ നമുക്ക് ഒരൊറ്റ PDF ഒരുപാട് നമുക്ക് സേവ് ചെയ്ത് വെക്കാനായിട്ടൊക്കെ സാധിക്കാറുണ്ട്. അപ്പൊ എന്തായാലും ഞാൻ ഇവിടെ ഈ ഫീച്ചർ ഓപ്പൺ ചെയ്യാണ്. ഇവിടെ ഫ്രം ഉണ്ട്. ഏത് ഡോക്യുമെന്റ് ഏതിൽ നിന്നാണ് കൺവേർട്ട് ചെയ്യേണ്ടത്. അപ്പൊ നമുക്ക് ഇവിടെ നിന്നൊരു ഫയൽ ചൂസ് ചെയ്യാം. ഇവിടെ ഞാനൊരു PDF സെലക്ട് ചെയ്യാണ്. ഇവിടെ നമുക്ക് ഫയൽ ടൈപ്പ് ഏതിലേക്കാണ് കൺവേർട്ട് ചെയ്യേണ്ടത്. ഇതൊരു PDF ആണല്ലോ. ഈ PDF ഏതിലേക്കാണ് കൺവേർട്ട് ചെയ്യേണ്ടത് എന്നുള്ളത് നമുക്ക് സെലക്ട് ചെയ്ത് കൊടുക്കാം. PDF ഉണ്ട്. PDF ആക്കി തന്നെ നമുക്ക് വേണമെങ്കിൽ മാറ്റാം. ടെക്സ്റ്റ് TXT എന്ന് പറഞ്ഞാൽ ടെക്സ്റ്റ് ആണ്. ടെക്സ്റ്റ് ആക്കി മാറ്റാനായിട്ട് പറ്റും. ഓക്കെ, ഞാനിതിവിടെ ടെക്സ്റ്റ് ആക്കി മാറ്റാണ്. ഓക്കെ, നമുക്കിവിടെ കൺവേർട്ട് ബട്ടൺ ക്ലിക്ക് ചെയ്യാം.
Document is converted. Document converter. ഓക്കെ, ഇതിവിടെ കൺവേർട്ട് ആയിട്ടുണ്ട്. ഇത്രയാണ് ഡോക്യുമെന്റ് കൺവേർട്ടർ എന്ന് പറഞ്ഞിട്ടുള്ള ഓപ്ഷനിലുള്ളത്. Document reader button. ഇനിയുള്ള ഓപ്ഷനാണ് ഡോക്യുമെന്റ് റീഡർ. ഈ ഓപ്ഷൻ നമുക്ക് നമ്മുടെ മൈ ഫയൽസ് അല്ലെങ്കിൽ ഫയൽ മാനേജറിലുള്ള PDF-കളും ഫോട്ടോസ് ഒക്കെ വെച്ച് നമുക്ക് പരീക്ഷിച്ച് നോക്കാവുന്നതാണ്. അതായിരിക്കും നമ്മളെല്ലാവരും കൂടുതലായിട്ട് ഉപയോഗിക്കുക അല്ലെ. നമ്മുടെ ഫയൽ മാനേജറിൽ നിന്ന് ഒരു PDF സെലക്ട് ചെയ്യുക, അങ്ങനെ വായിക്കുക എന്നുള്ളതായിരിക്കും നമുക്ക് എല്ലാവർക്കും കൂടുതൽ സൗകര്യപ്രദമായിട്ടുള്ളത്. അങ്ങനെ വായിക്കാം, അല്ലെങ്കിൽ ഈ ആപ്ലിക്കേഷനിൽ നിന്ന് തന്നെ നമുക്ക് PDF സെലക്ട് ചെയ്ത് വായിക്കുകയും ചെയ്യാവുന്നതാണ്. ഞാൻ എന്തായാലും എന്റെ മൈ ഫയൽസിൽ നിന്നും ഒരു PDF ഡൗൺലോഡ് ചെയ്ത് വെച്ചൊരു PDF വായിക്കാനായിട്ട് വിചാരിക്കുകയാണ്. ഞാൻ മൈ ഫയൽസ് ഓപ്പൺ ചെയ്യാണ്. File more storage Android 5 items check media 3 items WhatsApp just WhatsApp 7 media 12 items Chinese WhatsApp figures WhatsApp profile WhatsApp images WhatsApp document 200 private WhatsApp guidelines Okay. postgraduate open. ഈ ഒരു ഫയലാണ് ഞാൻ ഇവിടെ വായിക്കാനായിട്ട് വിചാരിക്കുന്നത്. ഇത് ഡബിൾ ടാപ്പ് ചെയ്തപ്പോൾ എനിക്ക് ഓപ്പൺ വിത്ത് ചോദിച്ചു. ഇൻസ്റ്റാ റീഡർ ഉണ്ട്, ടെക് ഫ്രീഡം ഉണ്ട്, ഡ്രൈവ് PDF വ്യൂവർ ഉണ്ട്. ഞാൻ ഇതിൽ ടെക് ഫ്രീഡം ക്ലിക്ക് ചെയ്യാണ്. ഓക്കെ, ഈ PDF ഇവിടെ ഓപ്പൺ ആയിട്ട് വന്നിട്ടുണ്ട്. നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം, ഈ PDF-ൽ നമുക്ക് ഒന്നുമില്ലെങ്കിൽ ഓഡിയോ പ്ലേ ചെയ്ത് വായിക്കാൻ പറ്റും. ഇൻസ്റ്റാ റീഡറിൽ ഉള്ളൊരു ഫീച്ചർ എല്ലാവർക്കും അറിയാവുന്നതാണ്. ഓഡിയോ പോലെ നമുക്ക് വായിക്കാൻ പറ്റും, പ്ലേ പോസ് ചെയ്യാം, റിവൈൻഡ്, ഫാസ്റ്റ് ഫോർവേഡ്, അതേ ഓപ്ഷൻസ് ഒക്കെ നമുക്ക് ഇവിടെ ലഭിക്കുന്നുണ്ട്. അങ്ങനെ വായിക്കണമെന്നുണ്ടെങ്കിൽ ഇംഗ്ലീഷ് PDF-ഓ ഹിന്ദി PDF-ഓ ആയിരിക്കണം. ഇംഗ്ലീഷ്, ഹിന്ദി എന്നീ ലാംഗ്വേജസ് മാത്രമാണ് കറന്റ്ലി ഈ ആപ്ലിക്കേഷനിൽ ഇപ്പോൾ സപ്പോർട്ട് ചെയ്യുന്നത്. ഞാനിപ്പോൾ സെലക്ട് ചെയ്തിട്ടുള്ളത് ഒരു ഇംഗ്ലീഷ് PDF ആയതുകൊണ്ട് തന്നെ നമുക്ക് ആദ്യം ഇതിന്റെ ഓഡിയോ രൂപം ഒന്ന് കേട്ട് നോക്കാം. Page 2 of 7. Introduction. 10,000, 1,000 national scholarships, or as may be decided by the Commission at the rate of $15,000 per month for 10 months in a year, are available for Indian students for 2 years to pursue higher studies within India, leading to award of postgraduate degree under the scheme National Scholarship for Postgraduate Studies. The slots shall be allocated as per Govt of India reservation policy. However, 30% slots will be reserved for the women candidate. വളരെ നല്ല രീതിയിൽ തന്നെ വായിച്ചിരുന്നുണ്ട് അല്ലെ. നമുക്ക് എല്ലാവർക്കും വളരെ മനസ്സിലാകുന്ന രീതിയിൽ, ഏകദേശം ഒരു ഹ്യൂമൻ വോയിസ് പോലെ തന്നെ തോന്നിക്കുന്ന രീതിയിൽ നമുക്ക് വളരെ നന്നായിട്ട് തന്നെ വായിച്ചു തരുന്നുണ്ട്. കറന്റ്ലി ഇത് സപ്പോർട്ട് ചെയ്യുന്നത് ഇംഗ്ലീഷ്, ഹിന്ദി എന്നീ ലാംഗ്വേജസിലാണ്. അങ്ങനെ നമുക്ക് വായിക്കാവുന്നതാണ്. അതല്ലെങ്കിൽ നമുക്ക് സ്വൈപ്പ് ചെയ്ത് നമ്മുടെ ഫോണിലുള്ള TTS ഏതാണോ ആ TTS യൂസ് ചെയ്ത് വായിക്കാവുന്നതാണ്. ഇപ്പോ കറന്റ്ലി എനിക്ക് നോക്കിയാൽ കാണാൻ പറ്റുന്നത് ഈ വീഡിയോ പ്ലെയറിന്റെ ഓപ്ഷൻസ് ആണ്. മൈ പ്ലെയർ എന്ന് പറയുന്ന പ്ലെയറിന്റെ ഓപ്ഷൻസ് ആണ്. ഞാൻ ഇതൊന്ന് ബാക്ക് അടിക്കാണ്. ബാക്ക് അടിച്ചാൽ നമുക്ക് PDF-ന്റെ ഓപ്ഷൻസ് കാണാനായിട്ട് സാധിക്കും. Document reader, National Scholarship for Postgraduate Studies 2021 University Grants Commission. കണ്ടോ, ഇങ്ങനെ നമുക്ക് ഓരോരോ സെന്റൻസ് ബൈ സെന്റൻസ് ആയിട്ട് നമുക്ക് വായിക്കാനായിട്ട് പറ്റും. Page 2 of the artist page document reader. ഇതിൽ മറ്റൊരു ഓപ്ഷൻ ആണ് OCR this page. OCR this page എന്ന് പറയുന്നത് കൂടുതലായിട്ട് ഉപകാരപ്പെടാം മലയാളം PDF ഒക്കെ വായിക്കുമ്പോഴാണ്. മലയാളം PDF ഓഡിയോ ആയിട്ട് വായിക്കാൻ പറ്റില്ലെങ്കിലും നമുക്ക് ഇതുപോലെ വായിക്കാനായിട്ട് സ്വൈപ്പ് ചെയ്ത് ഓരോരോ സെന്റൻസ് ബൈ സെന്റൻസ് ഒക്കെ ആയിട്ട് വായിക്കാനായിട്ട് സാധിക്കും. അങ്ങനെ വായിക്കുന്ന സമയത്ത് നമുക്ക് വളരെ കുറച്ചും കൂടി ആക്യുറേറ്റ് ആയിട്ട് ലഭിക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ OCR റീഡിംഗ് ഉപയോഗപ്പെടുത്താവുന്നതാണ്. അതിന് ഞാൻ OCR എന്ന് പറയുന്ന ഓപ്ഷൻ ജസ്റ്റ് ഒന്ന് ഓപ്പൺ ചെയ്യാണ്. Document OCR processing 0% progress bar 0 position. ഇത് ഞാൻ നേരത്തെ ഓപ്പൺ ആക്കി വെച്ചത് കൊണ്ടാണ്. എന്താ സംഭവം എന്ന് വെച്ചാല്, ഇത് നമ്മൾ ക്ലിയർ ഡാറ്റ അടിക്കുകയോ അൺഇൻസ്റ്റാൾ ചെയ്യുകയോ ചെയ്തിട്ടുണ്ടെങ്കിൽ വീണ്ടും ഡിസബിലിറ്റി സർട്ടിഫിക്കറ്റ് വെച്ച് സൈൻ ഇൻ ചെയ്യേണ്ടി വരും. അപ്പൊ അതിന് കുറെ ടൈം, വെരിഫിക്കേഷൻ ടൈം എടുക്കും. അതുകൊണ്ടാണ് ഞാനിത് അൺഇൻസ്റ്റാൾ ചെയ്യാതിരുന്നത്. ഈ ആപ്ലിക്കേഷൻ മുഴുവനായി പരിചയപ്പെട്ടതിന് ശേഷം എങ്ങനെയാണ് സൈൻ ഇൻ ചെയ്യുന്നത് എന്നുള്ളത് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം. അപ്പോ ഞാൻ ഈ ഓപ്ഷൻസ് നേരത്തെ എക്സ്പ്ലോർ ചെയ്തത് കൊണ്ടാണ് ഇത് ഇങ്ങനെ കാണിക്കുന്നത്. നമ്മൾ ഈ OCR എന്ന് പറയുന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുമ്പോൾ ആദ്യം കാണിക്കുക OCR കറന്റ് പേജ് എന്ന ഓപ്ഷൻ ആയിരിക്കും. അതായത് നമ്മളിപ്പോ സെലക്ട് ചെയ്തിട്ടുള്ള പേജ് ഏതാണോ ആ പേജ് OCR രൂപത്തിലേക്ക് കൺവേർട്ട് ചെയ്യാന്നുള്ളതായിരിക്കും ആദ്യം കാണിക്കുന്ന ഓപ്ഷൻ. രണ്ടാമതായിട്ട്
OCR ദിസ് കറന്റ് ഫയൽ എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ആയിരിക്കും. അതായത് നമ്മൾ സെലക്ട് ചെയ്തിട്ടുള്ള PDF ഏതാണോ ആ PDF മൊത്തത്തിലായിട്ട് OCR രൂപത്തിലേക്ക് കൺവേർട്ട് ചെയ്യാനുള്ളതാണ് OCR ദിസ് കറന്റ് പേജ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ. ഈ രണ്ട് ഓപ്ഷൻസ് ആണ് OCR എന്ന് പറയുന്ന ഓപ്ഷനിൽ ഉള്ളത്. ഇത്രയാണ് ഡോക്യുമെന്റ് റീഡർ എന്ന് പറയുന്ന ഒരു ഓപ്ഷനിൽ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത്. ഞാൻ ബാക്ക് അടിക്കുകയാണ്. ഹലോ ഫാത്തിമ. ഹലോ. ഓക്കെ, ഇപ്പൊ നമ്മൾ കുറെ ആപ്ലിക്കേഷൻസ് ടെക് ഫ്രീഡ് ആയിട്ട് റിലേറ്റഡ് ആയിട്ട് ഫാത്തിമ പരിചയപ്പെടുത്തി തന്നു. ഇപ്പൊ നമ്മൾ ഇതുവരെ എടുത്ത ആപ്ലിക്കേഷൻസിൽ നിങ്ങൾക്ക് ആർക്കെങ്കിലും എന്തെങ്കിലും ഡൗട്ട് ക്ലിയർ ചെയ്യാനുണ്ടെങ്കിൽ ഇപ്പൊ ചോദിക്കാം. ഹലോ, ഞാന് ഇപ്പോഴാണ് ജോയിൻ ചെയ്തത്, ഇപ്പോഴാണ് കണ്ടത്. ഹലോ. പറഞ്ഞോളൂ. ഈ ടെക് ഫ്രീഡം എന്റെ കയ്യിൽ ഉണ്ടായിരുന്നു. അപ്പോ ഇടക്ക് ഇതിന്റെ എന്തോ ഒരു ഫോണിൽ ഇങ്ങനെ ഒരു നോട്ടിഫിക്കേഷൻ വന്നു, ആ ആപ്പ് ഹാക്ഡ് ആയി. അപ്പൊ അങ്ങനെ എന്തോ പറഞ്ഞിട്ട് പിന്നെ അത് അൺഇൻസ്റ്റാൾ ചെയ്തു. ഇല്ല, അത് പ്ലേ സ്റ്റോറിൽ വരുന്നതിന് മുമ്പായിരുന്നു. അത് ഇപ്പൊ മാൽവെയർസ് ഒക്കെ ക്ലിയർ ആയിട്ടുണ്ട്. ഓക്കെ. അപ്പൊ അത് പ്ലേ സ്റ്റോറിലുള്ളത് തന്നെയല്ലേ? ഞാൻ പ്ലേ സ്റ്റോറിൽ തന്നെയാണ് തോന്നുന്നു. ഷിഹാബ് സാർ ഒരു ഇതില് ട്യൂട്ടോറിയൽ ചെയ്തിട്ടുണ്ടായിരുന്നു. അതില് കണ്ടിട്ട് അങ്ങനെയാണ് അത് ഇൻസ്റ്റാൾ ചെയ്തത്. ചെയ്യാനൊന്നും പഠിച്ചിട്ടുണ്ടായിട്ടില്ല. പിന്നെ ഈ അവരെ ഇതിൽ തന്നെ മെസ്സേജ് വന്നതുകൊണ്ടാണ് അത് ഹാക്ക് ചെയ്യപ്പെട്ടു. അപ്പൊ നിങ്ങൾ വെയിറ്റ് അങ്ങനെ ഇത് പറഞ്ഞിട്ടാണ് അൺഇൻസ്റ്റാൾ ചെയ്തത്. ഇപ്പൊ റെഡി ആയിരിക്കും അല്ലേ? ഇപ്പൊ കറന്റ്ലി അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും തന്നെ ഇല്ല, നമുക്ക് ഉപയോഗിക്കാവുന്നതാണ്. ഹലോ. ഓക്കെ. അപ്പൊ പ്ലേ സ്റ്റോറിൽ ഇതേ പേരിൽ സെർച്ച് ചെയ്താൽ കിട്ടും അല്ലേ? അതെ അതെ, ടെക് ഫ്രീഡം എന്ന് സെർച്ച് ചെയ്താൽ മതിയാവും. അല്ല, ഇവിടെ ഒന്ന് പറഞ്ഞോട്ടെ. തുടക്കത്തിൽ ഞാൻ ഉണ്ടായിട്ടില്ല. അപ്പൊ ഞാനിത് മനസ്സിലാക്കിയെടുത്തോളം ഇതിന് സമാനമായിട്ട് ഇൻസ്റ്റാ റീഡർ, എൻവിഷൻ ഇങ്ങനെ കുറെ സാധനങ്ങൾ കാണുന്നുണ്ട്. അപ്പൊ അതിൽ നിന്ന് എന്തെങ്കിലും കൂടുതലായിട്ട് എന്തെങ്കിലും ഒരു ഫീച്ചേഴ്സ് ഇതിലുണ്ടോ? അതാണ് ഞാൻ ചോദിക്കുന്നത്. അതിലുള്ള അതേ സംഗതികൾ തന്നെയാണോ ഇതിലുള്ളത്? എങ്ങനെയാണത്? ഇത് ആക്ച്വലി നമുക്ക് PDF വായിക്കാൻ വേണ്ടി മാത്രമുള്ള ഒരു ആപ്ലിക്കേഷൻ അല്ല. ക്ലാസ്സിലെ തുടക്കത്തിൽ ഞാൻ പരിചയപ്പെടുത്തിയിരുന്നു. ആഡ് ബാക്കപ്പ്, ഓഡിയോ എഡിറ്റർ, ഡോക്യുമെന്റ് കൺവേർട്ടർ, അതുപോലെ തന്നെ പല ഫീച്ചേഴ്സ് നമുക്ക് ഇതിൽ ഉപയോഗിക്കാവുന്നതാണ്. നമ്മളെല്ലാവരും ഹൈക്യു MP3 എന്ന് പറയുന്ന ആപ്ലിക്കേഷൻ ഒക്കെ റെക്കോർഡ് ചെയ്യാൻ ഉപയോഗിക്കുന്നതാണ്. അതേപോലെ തന്നെ ക്ലാരിറ്റിയിൽ റെക്കോർഡ് ചെയ്യാൻ, വോയിസ് റെക്കോർഡ് ചെയ്യാനും, അതുപോലെ തന്നെ പാസ്വേഡുകൾ സേവ് ചെയ്യാൻ, ലിങ്കുകൾ സേവ് ചെയ്യാൻ, അങ്ങനെ ഒരുപാട് ഓപ്ഷൻസ്, ഒരുപാട് ഫീച്ചേഴ്സ് ഉൾക്കൊള്ളുന്ന ഒരു ആപ്ലിക്കേഷൻ ആണിത്. ഓക്കെ, നമ്മൾ PDF വായിക്കുക എന്നുള്ളത് മാത്രമല്ല ഇതിന്റെ ലക്ഷ്യം. ഓക്കെ, താങ്ക് യു. ഹലോ. ഹലോ, കേൾക്കുന്നുണ്ടോ? ഹലോ, കേൾക്കുന്നുണ്ടോ? ഹലോ, ഒരു കാര്യം ചോദിച്ചോട്ടെ. ഹലോ. ചോദിക്കൂ. ഇതില് OCR വെച്ച് മലയാളം ശരിക്കും അറിയോ? മലയാളം അത്ര ആക്യുറേറ്റ് ആയിട്ട് നമുക്ക് കിട്ടില്ല. മലയാളം കൂടുതൽ നല്ലത് ഇൻസ്റ്റാ റീഡർ, എൻവിഷൻ പോലെയുള്ള ആപ്ലിക്കേഷൻസ് തന്നെയാണ്. ഇൻസ്റ്റാ റീഡർ അല്ലേ? ഓക്കെ, അതെ. കണ്ടിന്യൂ ചെയ്യാലോ അല്ലേ? കേൾക്കുന്നുണ്ടോ? കേൾക്കുന്നുണ്ട്. ഈ ആപ്ലിക്കേഷൻ iOS-നകത്ത് സപ്പോർട്ട് ചെയ്യുമോ? ആപ്പ് സ്റ്റോറിൽ അതിനെ പറ്റിയിട്ടൊരു ധാരണയില്ല. ഞാൻ ഇത് സെർച്ച് ചെയ്ത് നോക്കിയപ്പോൾ ആപ്പ് സ്റ്റോറിൽ സെർച്ച് ചെയ്തപ്പോൾ ഒരു ആപ്ലിക്കേഷൻ കാണുന്നില്ല, അതാണ് ഞാൻ ചോദിച്ചത്. ഇത് ബ്ലൈൻഡറിനെ ഡെവലപ്പ് ചെയ്ത ഇതാണ്. അപ്പോ മിക്കവാറും ആൻഡ്രോയിഡ് വേർഷൻ സപ്പോർട്ട് ചെയ്യുന്നതായിരിക്കും. ഒരു സംശയം ചോദിച്ചോട്ടെ. അതായത് ഈ റീഡർ വെച്ച് വായിക്കുമ്പോൾ നമുക്ക് ഈ കോളം റോ ഇങ്ങനെ ആ രീതിയിൽ പ്രത്യേകം വായിച്ചു കിട്ടുമോ? അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? ഇപ്പൊ ഒരേ കോളം ഇപ്പൊ നമ്മൾ എൻവിഷനായി വെച്ച് വായിക്കുമ്പോൾ ഒന്നും വ്യക്തമാവില്ല, പല കോളം ചാടി വായിക്കുകയൊക്കെ ചെയ്യും. നേരെ മറിച്ച് ഇതില് ഒരു കോളം കൃത്യമായിട്ട് വ്യക്തമായിട്ട് വായിക്കുക, കോളം അതുപോലെ കൃത്യമായിട്ട് വ്യക്തമായിട്ട് തന്നെ വായിച്ചു തരുന്നുണ്ട്. ഇംഗ്ലീഷ് PDF-ഉം ഹിന്ദി PDF ആണെങ്കിലും നമുക്ക് കൃത്യമായിട്ട് തന്നെ വായിച്ച് പ്ലേ ചെയ്ത് കേൾക്കാവുന്നതാണ്. കോളം വ്യക്തമായിട്ട് കോളം തിരിച്ച് വായിച്ചു തരും അല്ലേ? അതെ.
ഈ നേരത്തെ പറഞ്ഞ ഡോക്യുമെന്റ് ഈ കൺവേർട്ടർ ആപ്പ് എന്ന് പറയുന്ന സാധനം ഈ ടെക്സ്റ്റ് റീഡർ തന്നെ ഉള്ളതാണോ അതോ അത് സെപ്പറേറ്റ് ആപ്ലിക്കേഷൻ ആണോ? ഡോക്യുമെന്റ് അത് കൺവേർട്ടർ. ഈ ടെക്സ്റ്റ് ഫ്രീഡം എന്ന ആപ്ലിക്കേഷനിലുള്ള ഒരു ഫീച്ചറാണ് ഡോക്യുമെന്റ് കൺവേർട്ടർ എന്ന് പറയുന്നത്. ഓ ഓ ഓ അപ്പൊ ഇത് തന്നെ സ്റ്റഡി അല്ലേ ടെക്സ്റ്റ് റീഡർ? ഇതന്നെ മതി. ഇതില് ഈ ലൈന് ഇംഗ്ലീഷ് ആയിട്ടൊക്കെ നമുക്ക് വായിക്കുമ്പോ അതില് ഏതെങ്കിലും ഒരു പ്രത്യേക ലൈന് നമുക്ക് കോപ്പി ചെയ്യണം എന്നൊക്കെ വിചാരിച്ചാൽ അങ്ങനെ എന്തെങ്കിലും സാധ്യതയുണ്ടോ? കോപ്പി ചെയ്യാനായിട്ട് പ്രത്യേകിച്ച് സാധ്യതയില്ല. നമുക്ക് ബുക്ക് മാർക്ക് ചെയ്ത് വെക്കാൻ പറ്റും. ക്ലാസ് കഴിഞ്ഞാ? ഫാത്തിമ കണ്ടിന്യൂ ചെയ്തോളൂ. അല്ല സംശയം. ഓക്കെ, അപ്പൊ ഞാൻ ക്ലാസ് കണ്ടിന്യൂ ചെയ്യാണ്. ഒരു ചെറിയ സംശയങ്ങളുണ്ട്. ഈ കമ്പ്യൂട്ടറിൽ ഉപയോഗിക്കാൻ ഇത് കമ്പ്യൂട്ടറിൽ ആപ്ലിക്കബിൾ ആവോ? മൊബൈലിൽ മാത്രമേ പറ്റുള്ളൂ? മൊബൈലിൽ മാത്രമാണ്. ക്ലാസ് കഴിഞ്ഞ് ചോദിച്ചപ്പോഴേ സംശയങ്ങൾ. ഓക്കെ, അടുത്തതായിട്ട് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് ഡോക്യുമെന്റ് സേവർ എന്ന് പറഞ്ഞ ഒരു ഓപ്ഷനാണ്. നമുക്കറിയാം, നമ്മൾ പഠിക്കുന്നവരാണെങ്കിലും ജോലി ചെയ്യുന്നവരാണെങ്കിലും നമുക്ക് പല റിപ്പോർട്ടുകളും അല്ലെങ്കിൽ പ്രോജക്റ്റുകളൊക്കെ ചെയ്യേണ്ട ആവശ്യം വരാറുണ്ട്. അത്തരത്തില് നമുക്ക് ആവശ്യം വരുമ്പോൾ നമ്മൾ പലരും ഉപയോഗിക്കുന്ന ഒരു ആപ്ലിക്കേഷൻ ആണ് ഗൂഗിൾ ഡോക്സ് പോലുള്ളത്. അതിന് പകരമായിട്ട് ഈ ഒരൊറ്റ ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്താൽ തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഡോക്യുമെന്റ് സേവ് ചെയ്യാനും അതായത് നമുക്കൊരു ഡോക്യുമെന്റ് എഴുതി സൂക്ഷിക്കാനായിട്ട് സാധിക്കും. ഞാനിവിടെ ഡബിൾ ടാപ്പ് ചെയ്യാണ്. ഓക്കെ, നമുക്കിവിടെ ആദ്യം നമ്മുടെ ഫയൽ നെയിം കൊടുക്കാനായിട്ട് സാധിക്കും. ഞാനിവിടെ ജസ്റ്റ് പ്രൊജക്ട് എന്നൊന്ന് ടൈപ്പ് ചെയ്യാണ്. പ്രോജക്ട് എന്ന് ഞാനിവിടെ പേര് കൊടുത്തിട്ടുണ്ട്. ഡോക്യുമെന്റിൽ എന്തൊക്കെയാണ് ഉൾപ്പെടുത്തേണ്ടത് എന്നുള്ളത് ടൈപ്പ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. ഞാനിവിടെ ജസ്റ്റ് ഒരു വാക്ക് ടൈപ്പ് ചെയ്യാണ്. ഓക്കെ, മലയാളം എന്നിവിടെ ബോഡി ആയിട്ട് ജസ്റ്റ് ഡെമോ പോലെ ഞാൻ ഇവിടെ ടൈപ്പ് ചെയ്തതാണ്. ഇവിടെ നമുക്ക് ഏത് ടൈപ്പിലാണ് സേവ് ചെയ്യേണ്ടത്? നമ്മൾ നേരത്തെ കണ്ടതുപോലെയുള്ള ഓപ്ഷൻസ് തന്നെയാണ് ഇവിടെ ഉള്ളത്. ടെക്സ്റ്റ് രൂപത്തിൽ നമുക്ക് ഇവിടെ സേവ് ചെയ്യാം, PDF പോലെ സേവ് ചെയ്യാം. ഓക്കെ, ഈ രണ്ട് ഓപ്ഷൻസ് ആണ് ഇവിടെ അവൈലബിൾ ആയിട്ടുള്ളത്. ബാക്ക് അടിക്കാം. ഓക്കെ, ഇവിടെ നമുക്ക് സേവ് ചെയ്യാവുന്നതാണ്. ഇത്രയും ഓപ്ഷൻസ് ആണ് ഡോക്യുമെന്റ് സേവർ എന്ന് പറഞ്ഞൊരു ഓപ്ഷനിലുള്ളത്. അതായത് നമ്മൾ ആദ്യം എന്താണ് നമ്മുടെ ഫയലിന് പേര് കൊടുക്കേണ്ടത്, ആ പേര് ടൈപ്പ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ബോഡി, എന്താണ് നമ്മുടെ ഫയലിൽ വരേണ്ട കണ്ടന്റ്, ആ കണ്ടന്റ് ടൈപ്പ് ചെയ്ത് കൊടുക്കുക. ശേഷം നമുക്ക് ഈ ഫയൽ ഏത് ടൈപ്പിലാണ്, ടെക്സ്റ്റ് രൂപത്തിലാണോ PDF രൂപത്തിലാണോ സേവ് ചെയ്യേണ്ടത്, അത് ഡബിൾ ടാപ്പ് ചെയ്യുക, സേവ് ചെയ്യുക. ഇത്രയും ഓപ്ഷൻസ് ആണ് ഡോക്യുമെന്റ് സേവറിലുള്ളത്. നെക്സ്റ്റ് ഓപ്ഷനിലേക്ക് പോവാം. ഇമേജ് റീഡർ, ഇത് എന്താന്ന് വെച്ചാല് നമ്മൾ ഇൻസ്റ്റാ റീഡറിലൊക്കെ ഉള്ള അതേ ഫീച്ചർ തന്നെയാണ്. ഇമേജ് വായിക്കാനായിട്ട് നമുക്ക് നമ്മുടെ കയ്യിൽ ഒരുപാട് ഫോട്ടോസ് ഉണ്ടാവും. ആ ഫോട്ടോസ് വായിക്കാനായിട്ട് നമുക്ക് ഈ ആപ്ലിക്കേഷനിൽ സാധിക്കും. പക്ഷേ ഒരു വ്യത്യാസം എന്താന്ന് വെച്ചാല് ഹാൻഡ് റിട്ടൺ ആയിട്ടുള്ള ഫോട്ടോസ് ആണെങ്കിൽ നമുക്ക് സെപ്പറേറ്റ് ആയിട്ട് ഇതിൽ വായിച്ചു കിട്ടും. അത് മാത്രമല്ല, നമുക്ക് നമ്മുടെ കയ്യിലുള്ള ഏത് ഫോട്ടോസ് വേണമെങ്കിലും നമുക്ക് ഒന്നിലധികം ഫോട്ടോസ് ഒക്കെ നമുക്ക് പെട്ടെന്ന് കണ്ടുപിടിച്ച് വായിക്കാനായിട്ടൊക്കെ ഈ ആപ്ലിക്കേഷൻ ഉപയോഗപ്പെടുത്താവുന്നതാണ്. ഞാൻ എന്തായാലും ഈ ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യാണ്. പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഇപ്പോഴും ഇതിൽ പ്ലേ ചെയ്ത് വായിക്കാനുള്ള ഒരു ഓപ്ഷൻ അവൈലബിൾ ആയിട്ടുള്ളത് ഇംഗ്ലീഷ്, ഹിന്ദി എന്നീ ലാംഗ്വേജസിലാണ്. ഓക്കെ, പിക്ക് ഇമേജ് എന്ന് പറയുന്ന ഈ ഓപ്ഷൻ ക്ലിക്ക് ചെയ്താൽ നമുക്ക് ഇവിടെ നമുക്ക് ഇഷ്ടമുള്ള ഫോട്ടോസ് സെലക്ട് ചെയ്തിട്ട് അങ്ങനെ വായിക്കാൻ പറ്റുന്നതാണ്. ടെക്സ്റ്റ്, ഈ ഓപ്ഷൻ ക്ലിക്ക് ചെയ്താൽ നമ്മുടെ കയ്യിലുള്ള ഹാൻഡ് റിട്ടൺ ആയിട്ടുള്ള എന്തെങ്കിലും ഡോക്യുമെന്റോ ടെക്സ്റ്റോ ഉണ്ടെങ്കിൽ നമുക്ക് വായിക്കാവുന്നതാണ്.
ക്യാപ്ചർ ഇമേജ്, അതായത് നമുക്ക് എന്തെങ്കിലും വായിക്കണം എന്നുണ്ടെങ്കിൽ നമുക്ക് നേരെ നമ്മുടെ ഒരു ബുക്ക് നമ്മുടെ ക്യാമറയുടെ നേരെ വെക്കുക, എന്നിട്ട് ഫോട്ടോ എടുക്കുക. അങ്ങനെ നമുക്ക് വായിക്കാനായിട്ടും ഇതിൽ സാധിക്കുന്നതാണ്. ആദ്യം ഡോക്യുമെന്റ് ഫോട്ടോ എടുക്കുക, എന്നിട്ട് വായിക്കാം. ഇത്രയും ഓപ്ഷൻസ് ആണ് ഇതിലുള്ളത്. ഞാൻ ഇതിൽ പിക്ക് ഇമേജ് എന്നത് ക്ലിക്ക് ചെയ്യാണ്. എന്റെ കയ്യിൽ അങ്ങനെ വായിക്കാൻ പറ്റുന്ന ഫോട്ടോസ് ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല, എന്നാലും നമുക്ക് നോക്കാം. പിക്ക് ഇമേജ്. Photo taken on Feb 15, 2011 at Pennsylvania. Tuesday. Photo taken on Feb 13. Photo taken on Feb 11, 2024. Image info. ഓക്കെ, ഇവിടെ ഇമേജ് ഓപ്പൺ ആയിട്ട് വന്നിട്ടുണ്ട്. Image info. Image info. 1. Page no price. Date. 1. 7. Ubica loke datum datum ahiyam tamillantam sutamatia ahiyada arshada marjo edakaya dilhakane tangale malayali parikaya. ഓക്കെ, ഇത് ഭാഷാ കവിത എന്ന് പറയുന്ന ലേഖനത്തെ പറ്റിയിട്ടുള്ള ഒരു കുഞ്ഞു നോട്ടാണ്. അപ്പോൾ നമുക്കറിയാം കുറച്ചൊക്കെ മനസ്സിലാകുന്ന തരത്തിൽ, എന്നാൽ ഏറെക്കുറെ ആക്യുറേറ്റ് ആയിട്ടുള്ള രീതിയിൽ നമുക്ക് മലയാളത്തിൽ വായിക്കാൻ പറ്റുന്നുണ്ട്. പക്ഷേ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ പ്ലേ ചെയ്ത് വായിക്കാനുള്ള ഒരു ഓപ്ഷൻ ഇല്ല. ഇതുപോലെ സെന്റൻസ് ബൈ സെന്റൻസ് ആയിട്ടൊക്കെ നമുക്ക് സ്വൈപ്പ് ചെയ്ത് വായിക്കാനായിട്ട് ഈ ആപ്ലിക്കേഷൻ പ്രയോജനപ്പെടുത്താവുന്നതാണ്. ഓക്കെ, ഞാൻ ബാക്ക് അടിക്കുകയാണ്. നമുക്ക് നെക്സ്റ്റ് ഓപ്ഷനിലേക്ക് പോവാം. ഓക്കെ, എന്റെ കയ്യിൽ ഇപ്പൊ തൽക്കാലം ഹാൻഡ് റിട്ടൺ ടെക്സ്റ്റ് ഒന്നും ഇല്ലാത്തത് കൊണ്ട് തന്നെ ഈ ഒരു ഓപ്ഷൻ പരിചയപ്പെടുത്താനായിട്ട് സാധിക്കില്ല. അതുകൊണ്ട് തന്നെ നമുക്ക് നെക്സ്റ്റ് ഓപ്ഷനിലേക്ക് പോകാം. Instant reader password note by player button. Instant reader image reader button. Instant reader button. ഇൻസ്റ്റന്റ് റീഡർ, ഈ ഒരു ഓപ്ഷൻ ഉദ്ദേശിക്കുന്നത് എന്താന്ന് വെച്ചാല് നമുക്ക് കണ്ടിന്യൂസ് ആയിട്ട്, നേരത്തെ നമ്മൾ കണ്ടത് ഒരു ഡോക്യുമെന്റ് ഫോട്ടോ എടുക്കുക, ഫോട്ടോ എടുത്ത് വെച്ചതിന് ശേഷം വായിക്കുക എന്നുള്ള ഒരു ഓപ്ഷൻ ആയിരുന്നു. ഇത് അങ്ങനെയല്ല, നമുക്ക് കണ്ടിന്യൂസ് ആയിട്ട് വായിച്ചു പോകാനായിട്ട്, ഇപ്പൊ പത്രമൊക്കെ വായിക്കുന്നവരാണെങ്കിൽ അങ്ങനെ ക്യാമറയുടെ നേരെ പിടിക്കുക, അതിനുശേഷം നമുക്ക് കണ്ടിന്യൂസ് ആയിട്ട് വായിച്ചു പോകാനായിട്ട് ഇൻസ്റ്റന്റ് റീഡർ എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ നമുക്ക് ഉപയോഗപ്പെടുത്താവുന്നതാണ്. പ്രത്യേകിച്ച് ഒന്നും തന്നെയില്ല, ഇത് ഓപ്പൺ ആക്കുമ്പോൾ ക്യാമറ നേരെ ഓപ്പൺ ആയി വരും. എന്നിട്ട് നമുക്ക് ക്യാമറയുടെ താഴെ ഈ ബുക്ക് വെച്ച് കൊടുക്കുമ്പോൾ അത് വായിച്ചു തുടങ്ങുന്നതാണ്. അല്ലെങ്കിൽ നോ ടെക്സ്റ്റ് ഫൗണ്ട് എന്ന് പറഞ്ഞിട്ട് കാണിക്കും. നമുക്ക് ജസ്റ്റ് ഒന്ന് ഓപ്പൺ ആക്കി നോക്കാം. കണ്ടോ, ഈ ക്യാഷ് റീഡർ കാണിച്ചതുപോലെ തന്നെ നേരെ നമുക്ക് ഓപ്പൺ ആയി വരാം. ഒരു ക്യാമറ പോലെയാണ്, ബാക്ക് ക്യാമറ ആണ് കാണിച്ചു കൊടുക്കേണ്ടത്. കണ്ടോ, ഇവിടെ എന്റെ കയ്യിൽ ബുക്കൊന്നും ഇല്ലാത്തത് കൊണ്ട് തന്നെ, പിന്നെ ഇവിടെ ഒരു പേപ്പർ ഉണ്ട്, ആ പേപ്പറിൽ കണ്ട ആ ലെറ്റർ ആണ് എൻ എന്ന് പറഞ്ഞിട്ട് ഇവിടെ വായിച്ചത്. കണ്ടോ, ഇപ്പൊ ഞാന് പേപ്പറിൽ നിന്ന് മാറ്റിയത് കൊണ്ട് തന്നെ നോ ടെക്സ്റ്റ് ഫൗണ്ട് എന്ന് പറഞ്ഞിട്ട് കാണിച്ചു. ഇതാണ് ഇൻസ്റ്റന്റ് റീഡർ. നേരത്തേത് നമുക്ക് ഫോട്ടോ എടുത്തിട്ട് വായിക്കാവുന്നതാണെങ്കിൽ, ഇത് കണ്ടിന്യൂസ് ആയിട്ട് ഇപ്പൊ ഒരു ബുക്കൊക്കെ വായിക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു ഫീച്ചർ പ്രയോജനപ്പെടുത്തി വായിക്കാവുന്നതാണ്. ഇതും കൂടുതലായിട്ട് സപ്പോർട്ട് ചെയ്യുന്നത് ഇംഗ്ലീഷ്, ഹിന്ദി എന്നീ ലാംഗ്വേജസിലാണെന്ന് പ്രത്യേകം. അടുത്തതാണ് ലിങ്ക് സേവർ. നമ്മൾ പലപ്പോഴും പല ടെലഗ്രാം ചാനലുകളിലും അല്ലെങ്കിൽ പല യൂട്യൂബ് ചാനലുകളും ഒക്കെ ഫോളോ ചെയ്യുന്നവരാണ്. അപ്പൊ ചിലതൊക്കെ നമുക്ക് വളരെ അത്യാവശ്യമായിട്ട് എടുത്തു വെക്കേണ്ടതുണ്ടായിരിക്കും. ഇപ്പോ നമുക്കറിയാം വാട്സപ്പിലൊക്കെ നമുക്ക് സ്വയം മെസ്സേജ് അയക്കാം, അതുപോലെ ടെലഗ്രാമിൽ സേവ്ഡ് മെസ്സേജസ് എന്ന് പറഞ്ഞ ഓപ്ഷൻ ഒക്കെ ഉണ്ട്. പക്ഷെ അവിടേക്ക് നമ്മൾ അപ്ലോഡ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ അവിടെ നമ്മൾ സൂക്ഷിച്ചു വെക്കുമ്പോൾ എല്ലാം കുഴഞ്ഞു മറിഞ്ഞ രൂപത്തിലായിരിക്കും കിടക്കുക. അപ്പൊ നമുക്ക് ലിങ്ക് സേവർ എന്ന് പറയുന്ന ഒരു ഓപ്ഷനിൽ ലിങ്കുകൾ മാത്രമായിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, സേവ് ചെയ്ത് വെക്കാനായിട്ട് സാധിക്കും. ടൈറ്റിൽ കൊടുക്കുക. ടൈറ്റിൽ കൊടുത്തതിന് ശേഷം നമുക്ക് ഇമ്പോർട്ടന്റ് ആയ ലിങ്ക് ഏതാണോ ആ ലിങ്ക് ഇവിടെ പേസ്റ്റ് ചെയ്ത് കൊടുക്കുക, എന്നിട്ട് സേവ് ചെയ്യാം. ഇത്രയാണ് ഈ ലിങ്ക് സേവർ എന്ന് പറഞ്ഞ ഓപ്ഷനിലുള്ളത്. നമുക്ക് ആദ്യം ഈ ഓപ്ഷൻ ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. ഓക്കെ, മൈ ലിങ്ക്സ്. നമ്മൾ ആദ്യം എപ്പോഴെങ്കിലും ഇവിടെ ലിങ്കുകൾ സേവ് ചെയ്ത് വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ആ ലിങ്കുകൾ കാണാൻ വേണ്ടിയിട്ടാണ് മൈ ലിങ്ക്സ് എന്ന് പറഞ്ഞ ഈ ഓപ്ഷൻ നമ്മൾ പ്രയോജനപ്പെടുത്തുന്നത്. ന്യൂ ലിങ്ക് ക്ലിക്ക് ചെയ്താൽ നമുക്ക് പുതിയ ലിങ്ക് സേവ് ചെയ്യാനായിട്ട് സാധിക്കും. ഞാനിവിടെ ന്യൂ ലിങ്ക് ക്ലിക്ക് ചെയ്ത് ഓപ്ഷൻസ് ജസ്റ്റ് ഒന്ന് പരിചയപ്പെടുത്താം. ലിങ്ക് ടൈറ്റിൽ എന്ന് പറയുമ്പോൾ നമുക്ക് ഏതുമായിട്ട് ബന്ധപ്പെട്ട്, ഇപ്പൊ നമ്മൾ സൂക്ഷിച്ചു വെക്കുന്നത് ചിലപ്പോ ആരുടെങ്കിലും ഇന്റർവ്യൂകളായിരിക്കാം. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഇന്റർവ്യൂ എന്ന് പറഞ്ഞിട്ട് നമുക്ക് ടൈറ്റിൽ കൊടുത്തിട്ട്
നമുക്ക് ഇവിടെ ടൈറ്റിൽ കൊടുക്കാവുന്നതാണ്. ഇവിടെ നമുക്ക് ലിങ്ക് ആഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ്, ലിങ്ക് പേസ്റ്റ് ചെയ്യാവുന്നതാണ്. സേവ് ബട്ടൺ. അതുപോലെ തന്നെ നമ്മൾ പല പർപ്പസിന് വേണ്ടിയിട്ട് ലിങ്കുകൾ സൂക്ഷിക്കാറുണ്ട് അല്ലെ. ചിലപ്പോൾ ചില ടെലഗ്രാം ചാനലുകൾ, ഓഡിയോസ് കിട്ടുന്ന ചില ടെലഗ്രാം ചാനലുകളായിരിക്കാം, അല്ലെങ്കിൽ ചിലപ്പോൾ ചില യൂട്യൂബ് ലിങ്കുകളായിരിക്കാം. അപ്പൊ നമുക്ക് വേണമെങ്കിൽ യൂട്യൂബ് ലിങ്ക് എന്ന് പറഞ്ഞിട്ടൊരു ടൈറ്റിൽ കൊടുത്തിട്ട് യൂട്യൂബ് ലിങ്കുകളെല്ലാം ഉൾപ്പെടുത്താവുന്നതാണ്. അതിൽ തന്നെ സ്പെഷ്യൽ ആയിട്ടുണ്ടെങ്കിൽ നമുക്ക് വേണമെങ്കിൽ സെപ്പറേറ്റ് ടൈറ്റിലുകൾ കൊടുത്ത് അങ്ങനെ നമുക്ക് സൂക്ഷിക്കാവുന്നതാണ്. എന്തുകൊണ്ടും വളരെയധികം ഉപകാരപ്പെടുന്ന ഒരു ഓപ്ഷൻ തന്നെയാണിത്. നമുക്ക് ആവശ്യാനുസരണം എത്ര ലിങ്കുകൾ വേണമെങ്കിലും ഒരു ലിമിറ്റും ഇല്ലാതെ സൂക്ഷിച്ചു വെക്കാനായിട്ട് ഈ ഒരു ഓപ്ഷനിൽ സാധിക്കും. ഓക്കെ, ഞാൻ ബാക്ക് അടിക്കുകയാണ്. മൈ പ്ലെയർ എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ നമുക്ക് എല്ലാവർക്കും വളരെയധികം ഉപകാരപ്പെടുന്ന ഒരു ഓപ്ഷൻ ആയിരിക്കും. കാരണം എന്താന്ന് വെച്ചാല് നമ്മൾ പലരും പല മ്യൂസിക് പ്ലെയറുകൾ ഉപയോഗിക്കുന്നവരാണ് അല്ലെ. നമ്മുടെ ഫോണിന്റെ തന്നെ ഡിഫോൾട്ട് ആയിട്ടുള്ള മ്യൂസിക് പ്ലെയർ യൂസ് ചെയ്യുമ്പോൾ നമുക്ക് പല പ്രശ്നങ്ങളും നേരിടേണ്ടി വരാറുണ്ട്. ഇപ്പൊ എനിക്ക് നേരിടുന്ന ഒരു പ്രശ്നമാണ്, ഞാൻ ഉപയോഗിക്കുന്നത് മൈ മ്യൂസിക് എന്ന് പറയുന്ന ഒരു ആപ്ലിക്കേഷൻ ആണ്, ഫോണിന്റെ ഡിഫോൾട്ട് ആപ്ലിക്കേഷൻ ആണ്. ഇത് യൂസ് ചെയ്യുന്ന സമയത്ത് എനിക്ക് സ്ലൈഡർ അഡ്ജസ്റ്റ് ചെയ്യാനായിട്ട് പറ്റാറില്ല. അതായത് റിവൈൻഡ്, ഫാസ്റ്റ് ഫോർവേഡ് ഇതൊക്കെ ചെയ്യണമെന്നുണ്ടെങ്കിൽ എനിക്ക് യാതൊരു നിവൃത്തിയില്ല. അഥവാ നമ്മൾ സ്ലൈഡർ അഡ്ജസ്റ്റ് ചെയ്താൽ തന്നെ ഇപ്പോ ഓഡിയോന്റെ ഫസ്റ്റ് മുതലായിരിക്കും പ്ലേ ആവുക. അതുകൊണ്ട് തന്നെ വളരെയധികം ബുദ്ധിമുട്ട് നേരിടുന്ന ഒരു അവസ്ഥയാണ് ഉണ്ടാവാറുള്ളത്. ഇതിനെല്ലാം പരിഹാരമായിക്കൊണ്ട് നമുക്ക് മൈ പ്ലെയർ എന്ന് പറഞ്ഞിട്ടൊരു മ്യൂസിക് പ്ലെയർ ടെക് ഫ്രീഡം എന്ന് പറഞ്ഞ ആപ്ലിക്കേഷൻ തന്നിട്ടുണ്ട്. ഈ ആപ്ലിക്കേഷന്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഇതുപോലെ തന്നെ മൈ ഫയൽസിൽ നിന്നും നമുക്ക് ഓഡിയോസ് പ്ലേ ചെയ്യാനായിട്ട് സാധിക്കും. ഓഡിയോസ് മാത്രമല്ല, വീഡിയോസും നമുക്ക് ഈ മൈ പ്ലെയർ എന്ന് പറഞ്ഞ ആപ്ലിക്കേഷൻ ഉപയോഗിച്ച് പ്ലേ ചെയ്യാനായിട്ട് സാധിക്കും. നമുക്ക് മൈ ഫയൽസിൽ നിന്നും അതുപോലെ ഫയൽ മാനേജറിൽ നിന്നും ഇപ്പോൾ നമ്മൾ വാട്സപ്പിലെ ഒരു ഡോക്യുമെന്റ് ആയിട്ട് ഒരു ഓഡിയോ ഡോക്യുമെന്റ് ഫോർമാറ്റിൽ ഒരാൾ അയച്ചു തരാണെന്ന് വിചാരിച്ചു. ആ ഓഡിയോ നമുക്ക് പ്ലേ ചെയ്യണമെങ്കിൽ ഓപ്പൺ വിത്തിൽ നമുക്ക് ആദ്യം കാണിക്കുന്ന ഓപ്ഷൻ മൈ പ്ലെയർ ആയിരിക്കും. ആ മൈ പ്ലെയറിൽ കാണിച്ച് നമുക്ക് പഠിച്ചു കളയണമെങ്കിൽ അടിച്ചു കളയാം, സ്പീഡ് കൂട്ടണമെങ്കിൽ സ്പീഡ് കൂട്ടാം. അങ്ങനെ ഒരുപാട് ഫീച്ചേഴ്സ് ഈ ആപ്ലിക്കേഷനിൽ അവൈലബിൾ ആണ്. പക്ഷെ എന്റെ ഫോണിന്റെ പ്രശ്നമാണെന്ന് അറിയില്ല, നമ്മൾ ഈ ആപ്ലിക്കേഷനിൽ നിന്ന് തന്നെ ഈ മൈ പ്ലെയർ ഓപ്പൺ ആക്കുന്ന സമയത്ത് ഓഡിയോസ് പ്ലേ ചെയ്യാനായിട്ട് എനിക്ക് പറ്റാറില്ല. അതുകൊണ്ട് ഓഡിയോ പ്ലേ ചെയ്യാനായിട്ട് ഞാൻ വാട്സപ്പിൽ ഒരു ഓഡിയോ പ്ലേ ചെയ്യാന്ന് വിചാരിക്കുകയാണ്, വാട്സപ്പിൽ ഒരു ഡോക്യുമെന്റ് പ്ലേ ചെയ്യാന്ന് വിചാരിക്കുകയാണ്. Reason for it. File 6 copy paste download these and is keep my music, my face, my music 20. Wow. Version back, my music, last note, Paris, this is elastic, rabbit, recorded, snap, to just down, I upload it, download to just search more. WhatsApp, model 20 set, connect, calendar, ഓക്കെ, ഞാൻ ഈ സോങ് ഇവിടെ പ്ലേ ചെയ്യാന്ന് വിചാരിക്കുകയാണ്. ഓപ്പൺ ഇൻ അതർ ആപ്പ് ഇത് ക്ലിക്ക് ചെയ്യാം. മൈ പ്ലെയർ ഞാൻ പറഞ്ഞതുപോലെ നമുക്ക് ആദ്യം തന്നെ ലഭിക്കുന്നത് മൈ പ്ലെയർ എന്ന് പറയുന്ന ആപ്ലിക്കേഷൻ ആണ്. ഞാനിത് ഡബിൾ ടാപ്പ് ചെയ്യാണ്. ഓക്കെ, ഇതിവിടെ പ്ലേ ആവുന്നുണ്ട്. ഇനി ഇവിടെ എന്തൊക്കെ ഓപ്ഷൻസ് ആണുള്ളതെന്ന് നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കാം. ഹൈഡ് പ്ലെയർ കൺട്രോൾസ് ഇത് ക്ലിക്ക് ചെയ്താല് ഈ പ്ലെയറിന്റെ കൺട്രോൾ ഫുള്ള് ഹൈഡ് ആയി പോകും. പിന്നെ നമുക്കൊന്നും കാണാനായിട്ട് സാധിക്കില്ല. മൊത്തം ഒരു ബ്ലാങ്ക് സ്ക്രീൻ ആയിരിക്കും. നമ്മൾ തൊട്ടാലും നമുക്ക് പ്രത്യേകിച്ചൊന്നും മനസ്സിലാവില്ല. ഇപ്പോ സ്ലൈഡർ എത്രയായെന്നാണ് കാണിക്കുന്നത്, 34% ആയിട്ടുണ്ട് ഇത് പ്ലേ ആയിട്ട്. പ്രീവിയസ് ബട്ടൺ അൺഅവൈലബിൾ. കാരണം എന്താന്ന് വെച്ചാല് ഞാനിത് ഓപ്പൺ വിത്ത് കൊടുത്ത് പ്ലേ ചെയ്തത് കൊണ്ട് തന്നെ ഇതില് ഈ ഒരു ഫോൾഡറിൽ പ്രത്യേകിച്ചൊന്നും ഇല്ലാത്തത് കൊണ്ടും പ്രീവിയസ് നമുക്ക് കിട്ടുന്നതല്ല. ഓക്കെ, നമുക്കിവിടെ റിവൈൻഡ് ചെയ്യാൻ പറ്റും 10 സെക്കൻഡ് പുറകിലേക്ക്. കണ്ടോ, ഇങ്ങനെ നമുക്ക് റിവൈൻഡ് ചെയ്യാനായിട്ട് സാധിക്കും. ഇവിടെ നമുക്ക് ഈ പാട്ട് പോസ് ചെയ്യാം, ഫാസ്റ്റ് ഫോർവേഡ് ചെയ്യാം, നമുക്ക് മുന്നിലേക്ക് അടിച്ചു കളയാം.
ഇത്രയേ ഉള്ളൂ ഈ പാട്ട്, അതുകൊണ്ടാണ് നിന്നുപോയത്. നമുക്കിവിടെ റീപ്ലേ ചെയ്യാം. കാരണം പ്ലേ ബാക്ക് സ്പീഡ് എന്നുള്ള ഒരു ഓപ്ഷൻ കൂടി നമുക്ക് പരിചയപ്പെടാനുള്ളത് കൊണ്ട് തന്നെ ഞാൻ ഇവിടെ റീപ്ലേ ചെയ്യാണ്. ഓക്കെ, ഇവിടെ അടുത്തതായിട്ട് ഒരു പാട്ടും എൻ്റെ കയ്യിൽ ഇല്ലാത്തത് കൊണ്ടാണ് നെക്സ്റ്റ് ബട്ടൺ അൺഅവൈലബിൾ ആയിട്ട് കാണിക്കുന്നത്. ഓക്കെ, ഇവിടെ നമുക്ക് പ്ലേ ബാക്ക് സ്പീഡ് കൂട്ടാനായിട്ട് പറ്റും. ഞാൻ മ്യൂസിക്കിന്റെ വോളിയം ജസ്റ്റ് ഒന്ന് ഇൻക്രീസ് ചെയ്യാണ്. ഓക്കെ, ഞാനിവിടെ ഇപ്പൊ നമുക്കറിയാം എന്തോ ഒരു സ്ലോവിലാണ് പ്ലേ ചെയ്യുന്നതെന്ന്. നമുക്ക് ഇതിന്റെ സ്പീഡ് ഒന്ന് കൂട്ടി നോക്കാം. ഓക്കെ, ഞാനിവിടെ 3x കൊടുക്കുകയാണ്. ഓക്കെ, വളരെ സ്ലോ ആയിട്ട് വരുന്ന ഈ പാട്ട് ഇപ്പോ ഏത് അവസ്ഥയിലാണെന്ന് നമുക്ക് കേട്ടാൽ മനസ്സിലാവും. ഇപ്പൊ ചില ഓഡിയോസ് ഒക്കെ നമുക്ക് ഫാസ്റ്റ് ആയിട്ട് കേൾക്കണമെന്നുണ്ടാവും. അത് നമുക്ക് ഫാസ്റ്റ് ആയിട്ട് കേൾക്കുന്നതിന് വേണ്ടിയിട്ട് ഈ ഒരു ഓപ്ഷൻ നമുക്ക് പ്രയോജനപ്പെടുത്താവുന്നതാണ്. ചില നോട്ട്സ് ഒക്കെ നമുക്ക് കേൾക്കുമ്പോൾ സ്പീഡിൽ കേട്ട് പോയാൽ മതി, അല്ലെങ്കിൽ നമ്മൾ റിവിഷൻ ചെയ്യുന്ന സമയത്തൊക്കെ ഇത് സ്പീഡിൽ കേട്ടാലും നമ്മുടെ ഓർമ്മയിൽ ഉണ്ടാവും എന്ന് നമുക്ക് തോന്നുന്നതാണെങ്കിൽ നമുക്ക് ഈ ഓപ്ഷൻ പ്രയോജനപ്പെടുത്താവുന്നതാണ്. ഓക്കെ, മൈ പ്ലെയർ ആണ് ഇപ്പൊ നമ്മൾ പരിചയപ്പെട്ടത്. അതിലൊരു ഒരു പ്ലെയർ കൂടി നമുക്ക് പരിചയപ്പെടാനുണ്ട്, വീഡിയോ പ്ലെയർ. അത് നമുക്ക് ഇവിടെ നിന്ന് തന്നെ പ്ലേ ചെയ്ത് നോക്കാം. ഇവിടെ ഓഡിയോ ലിസ്റ്റ്, വീഡിയോ ലിസ്റ്റ് എന്നീ 2 ഓപ്ഷൻസ് ആണുള്ളത്. വീഡിയോ ലിസ്റ്റ് ക്ലിക്ക് ചെയ്താൽ നമുക്ക് വീഡിയോസ് പ്ലേ ചെയ്യാനായിട്ട് സാധിക്കും. ഞാൻ ഇവിടെ വീഡിയോ ലിസ്റ്റ് ക്ലിക്ക് ചെയ്യുന്നു. ഞാനിവിടെ ഒരു വീഡിയോ സെലക്ട് ചെയ്യാണ്. നേരത്തെ കണ്ട അതേ ഓപ്ഷൻസ് തന്നെയാണ് ഇവിടെ ഉള്ളത്. ഹൈഡ് പ്ലെയർ കൺട്രോൾ, സ്ലൈഡർ കാണിക്കുന്നുണ്ട്. പ്രീവിയസ്, ഇവിടെ നമുക്ക് ഇഷ്ടംപോലെ വീഡിയോസ് ഉണ്ട്, അതുകൊണ്ടാണ് പ്രീവിയസ് കാണിക്കുന്നത്. റിവൈൻഡ് ചെയ്യാൻ പറ്റും, പോസ് ചെയ്യാം, പ്ലേ ചെയ്യാം. ഫാസ്റ്റ് ഫോർവേഡ് ഉണ്ട്, നെക്സ്റ്റ് ഉണ്ട്, പ്ലേ ബാക്ക് സ്പീഡ് ഉണ്ട്. പ്ലേ ബാക്ക് സ്പീഡ് നമുക്ക് വേണമെങ്കിൽ ഒന്നുകൂടി ഒന്ന് നോക്കാം. ഓക്കെ, ഇവിടെ കോംബോ ബോക്സിൽ ഡബിൾ ടാപ്പ് ചെയ്യാം. 3x തന്നെ ഞാനൊന്ന് ക്ലിക്ക് ചെയ്യാണ്. കണ്ടോ, വളരെ സ്പീഡിൽ നമുക്കിത് കേൾക്കാനായിട്ട് പറ്റുന്നുണ്ട്. നേരത്തെ ഉള്ളതിനേക്കാളും നന്നായിട്ട് സ്പീഡ് കൂടിയിട്ടുണ്ട്. ഇത്രയാണ് മൈ പ്ലെയർ എന്ന് പറഞ്ഞ ഓപ്ഷനിൽ അവൈലബിൾ ആയിട്ടുള്ളത്. നമുക്ക് ബാക്ക് അടിക്കാം. ഓക്കെ, ഈ നോട്ട് പാഡിന്റെ ഒരു പ്രത്യേകത എന്താന്ന് വെച്ചാല് നമുക്ക് ഡെയിലി അല്ലെങ്കിൽ നമ്മൾ ഡെയിലി പലരും ഡയറി എഴുതാറുള്ളവരായിരിക്കും. അല്ലെങ്കിൽ നമുക്ക് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളൊക്കെ സേവ് ചെയ്യാനായിട്ട്, അല്ലെങ്കിൽ പലരും കഥ എഴുതുന്നവരായിരിക്കും, കവിത എഴുതുന്നവരായിരിക്കും, അങ്ങനെ പല പല കഴിവുകളുള്ളവരായിരിക്കും. അല്ലെങ്കിൽ ഇപ്പോ നമുക്ക് ഡെയിലി എന്തെങ്കിലും കാര്യം ചെയ്യാനുണ്ടെങ്കിൽ നമ്മളിൽ പലരും എഴുതി സൂക്ഷിക്കുന്നവരായിരിക്കും. നാളെ എനിക്ക് ഈ ഒരു കാര്യം ചെയ്യാനുണ്ട് എന്നുള്ളത് എഴുതി സൂക്ഷിക്കുന്നവരായിരിക്കും. അങ്ങനെ നമുക്ക് പല പല കാറ്റഗറികളിലായിട്ട് തിരിച്ചുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നോട്ട്സ് എഴുതി സൂക്ഷിക്കാൻ പറ്റുന്ന ഒരു ഫീച്ചറാണ് നോട്ട് പാഡ് എന്ന് പറയുന്നത്. അപ്പോ നമുക്ക് ആദ്യം ഞാനിവിടെ സേവ് ചെയ്തിട്ടുള്ള കാറ്റഗറീസ് ഏതൊക്കെയാണെന്ന് നോക്കാം. ഡയറി, ഞാൻ ഡയറി എഴുതാന്നുള്ള ഒരു ലക്ഷ്യത്തോട് കൂടിയിട്ട് ഡയറി എന്ന് പറയുന്ന കാറ്റഗറി ഇവിടെ സേവ് ചെയ്തിട്ടുണ്ട്. പിന്നെ ടുഡേസ് സ്പെഷ്യൽസ്, നമുക്ക് ചില പ്രത്യേക ദിവസങ്ങൾ ഉണ്ടാവില്ലേ, ചില ദിവസങ്ങളിൽ നമ്മൾ ഒരിക്കലും മനസ്സിൽ നിന്ന് മറക്കരുത് എന്ന് ആഗ്രഹിക്കുന്നതായിരിക്കും. ഇപ്പൊ നമുക്ക് എന്തെങ്കിലും അവാർഡ് കിട്ടിയത്, അങ്ങനെ ഒരുപാട് ചില നല്ല നല്ല നിമിഷങ്ങൾ നമുക്ക് ഉണ്ടായിട്ടുണ്ടാവും. അങ്ങനെയുള്ള നിമിഷങ്ങൾ സൂക്ഷിക്കാനായിട്ട് ഞാനിതൊക്കെ ക്രിയേറ്റ് ചെയ്തതാണ്. അത് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ടുഡേസ് സ്പെഷ്യൽ എന്ന് പറയുന്ന ഈ ഒരു കാറ്റഗറിയിൽ ഉൾപ്പെടുത്താവുന്നതാണ്. ന്യൂ കാറ്റഗറി സെലക്ട് ചെയ്താൽ നമുക്ക് ഇവിടെ പുതിയ കാറ്റഗറി ക്രിയേറ്റ് ചെയ്യാനായിട്ട് പറ്റും. ഞാനിവിടെ ന്യൂ കാറ്റഗറി ക്രിയേറ്റ് ചെയ്യാൻ പോവാണ്.
ഓക്കെ, ഇവിടെ നമുക്ക് എന്ത് ചെയ്യാം, കാറ്റഗറിക്ക് ഒരു പേര് കൊടുക്കാം. ഞാനിപ്പോ ജി മീറ്റ് എന്ന് വെറുതെ കൊടുക്കുകയാണ്. ഓക്കെ, ഇതാണ് ഇപ്പൊ എന്റെ കാറ്റഗറിയുടെ പേര്. ഞാൻ നെക്സ്റ്റ് ക്ലിക്ക് ചെയ്യുന്നു. ഇപ്പൊ അടുത്ത കാറ്റഗറി സെലക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് വീണ്ടും ന്യൂ കാറ്റഗറി എന്നുള്ള ഒരു ഓപ്ഷനിലേക്ക് തന്നെയാണ് നമ്മൾ എത്തിയിട്ടുള്ളത്. നമുക്ക് വേണമെങ്കിൽ ഇനി പുതിയ കാറ്റഗറി ക്രിയേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, പുതിയ കാറ്റഗറി ക്രിയേറ്റ് ചെയ്യാം. ഇനി നമ്മൾ കണ്ടൊരു ഓപ്ഷനാണ് ന്യൂ നോട്ട് എന്നത്. ന്യൂ നോട്ട് എന്താണ് ന്യൂ നോട്ട് എന്ന് നമുക്ക് നോക്കിയാലോ. ഓക്കെ, ന്യൂ നോട്ട്. ഇവിടെ നമുക്ക് വേണമെങ്കിൽ നമ്മൾ ഡോക്യുമെന്റിൽ കണ്ടതുപോലെ നോട്ടിന് ഒരു ടൈറ്റിൽ കൊടുക്കാം. പിന്നെ വേണമെങ്കിൽ ഓപ്ഷണൽ ആണ്, നമുക്ക് ഈ നോട്ടിനെ പറ്റിയിട്ട് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ നമുക്ക് ഈ എബൌട്ട് നോട്ട് എന്നത് ക്ലിക്ക് ചെയ്തിട്ട് നമുക്ക് നോട്ടിനെ കുറിച്ച് ഒരു ചെറിയ ഡിസ്ക്രിപ്ഷൻ കൊടുക്കാം. പിന്നെ നോട്ടിന്റെ ഉള്ളിലുള്ള കണ്ടന്റ് എന്താണെന്ന് വെച്ചാൽ ഇവിടെ ക്ലിക്ക് ചെയ്ത് നോട്ട് ബോഡി എന്നത് ക്ലിക്ക് ചെയ്ത് നമുക്ക് എഴുതി കൊടുക്കാവുന്നതാണ്. പിന്നെ വേണമെങ്കിൽ നമുക്ക് ഇവിടെ പുതിയ കാറ്റഗറി ക്രിയേറ്റ് ചെയ്യാം, അല്ലെങ്കിൽ നേരത്തെയുള്ള കാറ്റഗറിയിലേക്ക് തന്നെ നോട്ട് ആഡ് ചെയ്യാം. ഓക്കെ, അപ്പോ ഞാന് ഇവിടെ ഒന്ന് ക്ലിക്ക് ചെയ്ത് കാണിച്ചു തരാം. കണ്ടോ, ഇങ്ങനെ 3 ഓപ്ഷൻസ് ഞാൻ ക്രിയേറ്റ് ചെയ്ത 3 കാറ്റഗറീസ് ഇവിടെ കാണുന്നുണ്ട്. ഈ 3 കാറ്റഗറിയിൽ ഏതിൽ വേണമെങ്കിലും നമുക്ക് എന്ത് ചെയ്യാം, ഈ നോട്ട് സേവ് ചെയ്ത് സൂക്ഷിക്കാം. ഓക്കെ, ഇവിടെ നെക്സ്റ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്താൽ ഇവിടെ എന്തെങ്കിലും എഴുതിയിട്ടുണ്ടെങ്കിൽ അടുത്തതായിട്ട് നമുക്ക് എന്താണോ എഴുതേണ്ടത് അത് ഓപ്പൺ ആയിട്ട് വരും. അടുത്തതായിട്ട് എഴുതാനുള്ള എഡിറ്റ് ബോക്സ് ഓപ്പൺ ആയിട്ട് വരും. ഇത്രയാണ് നോട്ട് പാഡ് എന്ന് പറഞ്ഞ ഓപ്ഷനിലുള്ളത്. നമുക്ക് വേണമെങ്കിൽ നോട്ട് എഴുതി സൂക്ഷിക്കാം, അതുപോലെ തന്നെ നോട്ടിന് ടൈറ്റിൽ കൊടുക്കാം, ഡിസ്ക്രിപ്ഷൻ കൊടുക്കാം. നമുക്ക് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഏറ്റവും അത്യാവശ്യമായിട്ടുള്ള കാര്യങ്ങൾ മിക്സ് ആയി പോവാതെ, നമുക്ക് സാധാരണ അറിയാം നമ്മൾ ഉപയോഗിക്കുന്ന നോട്ട് പാഡിലെല്ലാം തന്നെ എല്ലാം മിക്സ് ആയിട്ടായിരിക്കും കിടക്കുന്നുണ്ടാവുക. അതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഓരോരോ കാറ്റഗറികളായിട്ട് തിരിച്ച് ഓരോരോ ടൈറ്റിലായിട്ട് തിരിച്ചൊക്കെ നമുക്ക് എഴുതി ഒരു സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള രീതിയിൽ സൂക്ഷിച്ചു വെക്കാനായിട്ട് നമുക്ക് ഈ നോട്ട് പാഡ് എന്ന് പറയുന്ന ഓപ്ഷൻ ഉപയോഗപ്പെടുത്താവുന്നതാണ്. നോട്ട് പാഡ് എന്നുള്ള ഓപ്ഷനാണ് നമ്മളിപ്പോ പരിചയപ്പെട്ടത്. ഇനി മറ്റൊരു ഫീച്ചറാണ് പാസ്വേഡ് സേവർ. നമുക്കറിയാലേ, നമുക്ക് പലർക്കും മെയിൽ ഐ ഡി ഉണ്ടാവും, അതുപോലെ തന്നെ മറ്റു പല ആപ്ലിക്കേഷൻസിലും പല പാസ്വേഡ് നമ്മൾ സൂക്ഷിച്ചു വെക്കുന്നുണ്ടാവും, അല്ലെങ്കിൽ നമ്മൾ പല പാസ്വേഡ് ഉപയോഗിക്കുന്നുണ്ടാവും. പക്ഷേ ഈ പാസ്വേഡ് എല്ലാം തന്നെ നമ്മുടെ മെമ്മറിയിൽ സൂക്ഷിച്ചു വെക്കുക എന്ന് പറയുന്നത് വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ് അല്ലെ. അതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് നമുക്ക് ഈ പാസ്വേഡ് എല്ലാം വളരെ കൃത്യമായിട്ട് സൂക്ഷിച്ചു വെക്കാനായിട്ട് പറ്റുന്ന ഒരു ഓപ്ഷനാണ് പാസ്വേഡ് സേവർ എന്ന് പറയുന്നത്. ഞാൻ ഈ ഓപ്ഷൻ ഡബിൾ ടാപ്പ് ചെയ്യാണ്. മൈ പാസ്വേർഡ്സ്, നമ്മൾ നേരത്തെ ഏതെങ്കിലും പാസ്വേഡ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, മൈ പാസ്വേർഡ്സ് എന്ന് പറയുന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്ത് നോക്കാവുന്നതാണ്. ഞാൻ ജസ്റ്റ് ഇവിടെ ക്ലിക്ക് ചെയ്യാണ്. ഞാൻ എന്റെ 2 ഇമെയിൽ ഐ ഡിയുടെ പാസ്വേഡ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഞാനിവിടെ എല്ലാവർക്കും ഡെമോ കാണിക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മുടെ സെക്ഷൻ എന്നുള്ള രീതിയിൽ ഒരു പാസ്വേഡ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ഈ സെക്ഷൻ എന്നുള്ളതാണ് പാസ്വേഡ് ടൈറ്റില്. ഫോർവേഡ്, നമ്മൾ എന്തിനു വേണ്ടിയിട്ടാണോ പാസ്വേഡ് ക്രിയേറ്റ് ചെയ്യുന്നത്, ഇപ്പോ ഇമെയിൽ ഐ ഡിക്ക് വേണ്ടിയിട്ടാണോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ആപ്ലിക്കേഷൻ ലോഗിൻ ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണോ, എന്തിനു വേണ്ടിയിട്ടാണോ പാസ്വേഡ് ക്രിയേറ്റ് ചെയ്യുന്നത് അതാണ് ഈ ഫോർവേഡ് എന്ന ടൈറ്റിൽ കൊടുക്കേണ്ടത്. ഓക്കെ, ഞാൻ ഇവിടെ കൊടുത്തതാണ് സെക്ഷൻ. സെക്ഷന് വേണ്ടിയിട്ടാണ് ഞാനൊരു പാസ്വേഡ് ക്രിയേറ്റ് ചെയ്യുന്നത്. യൂസർ നെയിം ഓർ യൂസർ ഐ ഡി, അതായത് നമുക്ക് ഇമെയിൽ ഐ ഡിയും പാസ്വേഡും അങ്ങനെയാണല്ലോ ഉണ്ടാവുക. അതുപോലെ ഇതിന് എന്തെങ്കിലും പ്രത്യേകിച്ച് യൂസർ ഐ ഡി ഉണ്ടെങ്കിൽ നമുക്ക് യൂസർ ഐ ഡി ഇവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കാം. ഓക്കെ, ഞാനിവിടെ ജസ്റ്റ് ഒരു യൂസർ നെയിം ടൈപ്പ് ചെയ്ത് കൊടുത്തതായിരുന്നു. ഇതാണ് ഞാൻ കൊടുത്ത പാസ്വേഡ് www. ഞാൻ ജസ്റ്റ് ഒരു ഡെമോക്ക് വേണ്ടി ചെയ്തത് കൊണ്ടാണ് ഇങ്ങനെ ചെയ്തത്. അങ്ങനെ നമുക്ക് ഇഷ്ടമുള്ള ആപ്ലിക്കേഷന്റെ പേര് അല്ലെങ്കിൽ ഏത് ഫോർവേഡ് എന്നതിന് നമുക്ക് വേണമെങ്കിൽ ആപ്ലിക്കേഷന്റെ പേര് കൊടുക്കാം, എന്നിട്ട് യൂസർ ഐ ഡി കൊടുക്കാം, പാസ്വേഡ് കൊടുക്കാം. ഇത്രയാണ് ഈ ഓപ്ഷനിൽ ഉള്ളത്. ഇനി നമുക്ക് ന്യൂ പാസ്വേഡ് എങ്ങനെയാണ് ക്രിയേറ്റ് ചെയ്യുന്നത് നോക്കാം. വേണമെങ്കിൽ നമുക്ക് ഈ പാസ്വേഡും ടൈറ്റിലും നമുക്ക് ഇവിടുന്ന് കോപ്പി ചെയ്തെടുക്കാൻ പറ്റും. വേണമെങ്കിൽ നമുക്ക് ഇത് ഡിലീറ്റ് ചെയ്ത് കളയാനും പറ്റും. ഞാനിതിപ്പോ എനിക്ക് ആവശ്യമില്ലാത്തത് കൊണ്ട് തന്നെ ഡിലീറ്റ് ചെയ്യാണ്. ഓക്കെ, ഞാനിവിടെ ന്യൂ പാസ്വേഡ് ക്ലിക്ക് ചെയ്യാണ്.
അപ്പോ ഫോർ വാട്ട് ഇവിടെ ചോദിക്കുമ്പോ നമുക്ക് ഞാനിവിടെ കാണിച്ചു തരാൻ വേണ്ടിട്ട് ക്രിയേറ്റ് ചെയ്യുന്നത് കൊണ്ട് ജസ്റ്റ് ഹായ് എന്നിവിടെ ക്ലിക്ക് ചെയ്യാണ്. യൂസർ നെയിം ഞാൻ ഓക്കെ ഹലോ എന്നിവിടെ ക്ലിക്ക് ചെയ്യാണ്. പാസ്വേഡ് ആയിട്ട് ഞാൻ ജസ്റ്റ് കുറച്ച് ലെറ്റേഴ്സ് ടൈപ്പ് ചെയ്യാണ്. ഓക്കെ ഈ സാറ്റ് എന്നിവിടെ പാസ്വേഡ് ആയിട്ട് കൊടുക്കുന്നു. ഓക്കെ നമുക്കിവിടെ സേവ് ചെയ്യാം. വീണ്ടും നമുക്ക് എന്ത് ചെയ്യാം, വീണ്ടും അടുത്ത പാസ്വേഡ് അല്ലെങ്കിൽ ഫോർവേഡ് എന്ന ഓപ്ഷൻ തന്നെ വീണ്ടും വരും. നമുക്ക് വേണമെങ്കിൽ വീണ്ടും പാസ്വേഡ്സോ എന്തെങ്കിലും ക്രിയേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ പാസ്വേഡ് അടിച്ചു കൊടുക്കുക, അല്ലെങ്കിൽ ഫോർവേഡ് എന്നുള്ളത് എന്താണോ അത് അടിച്ചു കൊടുക്കുക, സേവ് ചെയ്യുക. അത്ര തന്നെയാണ് ഇവിടെ ഉള്ളത്. കണ്ടോ, ഫോർവേഡ്, യൂസർ നെയിം, പാസ്വേഡ് അടിച്ചു കൊടുക്കുക, സേവ് ചെയ്യുക. ടെക്സ്റ്റ് ട്രാൻസ്ലേറ്റർ നമുക്കറിയാം അല്ലെ, നമ്മളെല്ലാവരും പലതരത്തിലുള്ള ട്രാൻസ്ലേറ്റർ ആപ്ലിക്കേഷൻസ് ഉപയോഗിക്കുന്നവരാണ്. കൂടുതലായിട്ട് എല്ലാവരും ഉപയോഗിക്കുന്ന ആപ്ലിക്കേഷൻ എന്ന് പറയുന്നത് ഗൂഗിൾ ട്രാൻസ്ലേറ്റർ ആണ്. അതുപോലെ തന്നെ നമുക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യാനായിട്ട് വളരെ ഈസി ആയിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു ആപ്ലിക്കേഷൻ ആണ്, അല്ലെങ്കിൽ ഒരു ഫീച്ചറാണ്, ഈ ടെക് ഫ്രീഡത്തിലുള്ള ഒരു ഫീച്ചറാണ് ട്രാൻസ്ലേറ്റർ എന്ന് പറയുന്നത്. നമുക്ക് ഈ ഓപ്ഷൻ ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. ഓക്കെ ഇതിൽ കാണിക്കുന്നുണ്ട് നമ്മുടെ ടെക്സ്റ്റ് ട്രാൻസ്ലേറ്റർ എന്ന് പറയുന്നത് വളരെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ളതുമാണ്, അതുപോലെ തന്നെ ഉപയോഗിക്കാനായിട്ട് വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ഫീച്ചർ ആണ്. ഇപ്പൊ ഞാനിവിടെ ഒരു ടെക്സ്റ്റ് ടൈപ്പ് ചെയ്ത് കൊടുക്കാണ്. സ്കാറ്റർ എന്ന വേർഡാണ് ഞാനിവിടെ ടൈപ്പ് ചെയ്ത് കൊടുത്തിട്ടുള്ളത്. ഓക്കെ, ടാർഗറ്റ് ലാംഗ്വേജ് ഫോർ ട്രാൻസ്ലേഷൻ, അതായത് നമുക്ക് ഏത് ഭാഷയിലേക്കാണോ ട്രാൻസ്ലേറ്റ് ചെയ്യേണ്ടത് ആ ആപ്ലിക്കേഷൻ ആണ് ഇവിടെ സെലക്ട് ചെയ്യേണ്ടത്. ടാർഗറ്റ് ലാംഗ്വേജ് ഫോർ ട്രാൻസ്ലേഷൻ നമുക്ക് ഇവിടെ ഓപ്പൺ ചെയ്ത് നോക്കാം. ഓക്കെ ഞാനിവിടെ നേരത്തെ സെലക്ട് ചെയ്ത് വെച്ചത് കൊണ്ടാണ് മലയാളം കാണിക്കുന്നത്. മലയാളത്തിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യാം. മലൈ എന്ന് പറയുന്ന ലാംഗ്വേജ്, മോൾട്ടീസ്, അങ്ങനെ ഒരുപാട് ഭാഷകളുണ്ട്. ഞാൻ എന്തായാലും നമുക്ക് എല്ലാവർക്കും ഫെമിലിയർ ആയിട്ടുള്ള ലാംഗ്വേജ് മലയാളമാണ് അല്ലെ, അതുകൊണ്ട് മലയാളം തന്നെ ക്ലിക്ക് ചെയ്യാണ്. ഓക്കെ ഞാനിവിടെ ട്രാൻസ്ലേറ്റ് ചെയ്യാണ്. ചിന്നിച്ചിതറുക എന്നതാണ് സ്കാറ്റർ എന്ന വേർഡിന്റെ അർത്ഥം. ഓക്കെ ഇതാണ് ഈ ട്രാൻസ്ലേറ്റർ എന്ന് പറയുന്ന ഫീച്ചറിൽ നമുക്ക് പരിചയപ്പെടാനായിട്ടുള്ളത്. ായിട്ട് നമുക്ക് പരിചയപ്പെടാനുള്ള ഒരു ഫീച്ചറാണ് വീഡിയോ എഡിറ്റർ എന്ന് പറയുന്നത്. നമുക്കറിയാം നമുക്ക് ആർക്കും പറ്റില്ല എന്ന് നമ്മൾ വിചാരിക്കുന്ന ഒരു കാര്യമാണ് വീഡിയോ എഡിറ്റർ എന്ന് പറയുന്നത്. സാധാരണ പലരും ചെയ്യാറുള്ള ഒരു കാര്യമാണ് അല്ലെ, ഒരു ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് ഒക്കെ കൊടുക്കുക, എന്നിട്ട് അതിൽ ഇമേജസ് ഇങ്ങനെ ആഡ് ചെയ്തിട്ട് എന്താണ് ഒരു വീഡിയോ രൂപത്തിലാക്കി എടുക്കുക എന്നുള്ളത്. അങ്ങനെ നമുക്ക് വീഡിയോനെ എഡിറ്റ് ചെയ്യാൻ പറ്റുന്ന അല്ലെങ്കിൽ വീഡിയോ എഡിറ്റ് ചെയ്യാനായിട്ട് സാധിക്കുന്ന ഒരു ഫീച്ചറാണ് ടെക് ഫ്രീഡ് നമുക്കായിട്ട് നൽകിയിട്ടുള്ളത്. നമുക്ക് ഈ ഫീച്ചർ ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. ഇവിടെ നമുക്ക് വേണമെങ്കിൽ വീഡിയോ കട്ട് ചെയ്യാനായിട്ട് സാധിക്കും. ഓഡിയോ കട്ട് ചെയ്യുന്ന സമയത്ത് കണ്ട അതേ ഓപ്ഷൻസ് തന്നെയാണ് വീഡിയോ കട്ടറിലുള്ളത്. ഇവിടെ നമുക്ക് വീഡിയോ മെർജ് ചെയ്യാനായിട്ട് സാധിക്കും, രണ്ട് വീഡിയോസ് തമ്മിൽ കൂട്ടിച്ചേർക്കാനായിട്ട് സാധിക്കും. വീഡിയോ ടു ഓഡിയോ, നമുക്ക് ഓഡിയോ ലാബിലൊക്കെ പരിചയമുള്ള ഒരു ഓപ്ഷൻ ആണിത്. വീഡിയോ ടു ഓഡിയോ, ഒരു വീഡിയോനെ നമുക്ക് ഓഡിയോ രൂപത്തിലാക്കി മാറ്റാൻ പറ്റും. ഇമേജ് ടു വീഡിയോ, ഒരു ഫോട്ടോ കിട്ടിയാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അതിനെ ഈ ഫോട്ടോ കിട്ടിയാൽ നമുക്ക് അതിനെ വീഡിയോ രൂപത്തിലേക്ക് ആക്കി മാറ്റാൻ പറ്റും. അത് വെറുതെ അല്ല, നമുക്ക് എന്ത് ചെയ്യാം, ഒരു മ്യൂസിക് ഒക്കെ ആഡ് ചെയ്തിട്ട് നമുക്ക് എന്ത് ചെയ്യാം, അതിനെ വീഡിയോ രൂപത്തിലേക്ക് ആക്കി മാറ്റാനായിട്ട് പറ്റും. ഇതിൽ ആദ്യത്തെ ഓപ്ഷൻ നമുക്കൊന്ന് നോക്കാം, കട്ടർ. ഓക്കെ ഞാനിവിടെ ഒരു വീഡിയോ സെലക്ട് ചെയ്യാണ്.
ഇവിടെ നേരത്തെ കണ്ട അതേ ഓപ്ഷൻസ് തന്നെയാണ്. വീഡിയോന്റെ പേര് ഇങ്ങനെ കാണിക്കുന്നുണ്ട്. ഓക്കെ, ഇതിന്റെ ഡ്യൂറേഷൻ കാണിക്കുന്നുണ്ട്. 2 മിനിറ്റ് 46 സെക്കൻഡ് ഉള്ള വീഡിയോ ആണ്. അതില് 0 സെക്കൻഡ് ആണ് സ്റ്റാർട്ട് ടൈം ആയിട്ട് സെലക്ട് ആയിട്ടുള്ളത്. പിന്നെ നമുക്കിവിടെ സ്ലൈഡർ എന്ത് ചെയ്യാം, അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാം. നമുക്കറിയാം കൃത്യം ഇപ്പൊ ഒരു 50%-ലാണ് നമുക്ക് കട്ട് ചെയ്തെടുക്കേണ്ടതെന്നുണ്ടെങ്കിൽ 50 സ്ലൈഡർ ആക്കി കൊടുത്താലും നമുക്ക് അവിടെ തന്നെ കട്ട് ചെയ്തെടുക്കാനായിട്ട് പറ്റും. ഇവിടെ എഡിറ്റ് ചെയ്യാൻ പറ്റും. നമുക്ക് വേണമെങ്കിൽ എത്ര ടൈം വേണമെന്നുള്ളത് ഇവിടെ എഡിറ്റ് ചെയ്ത് കൊടുക്കാം. ഇവിടെ മണിക്കൂറാണ് കാണിക്കുന്നത്, 0 അവർ. ഇവിടെ 0 മിനിറ്റ്. നമുക്ക് ഇവിടെ മിനിറ്റ് ക്ലിക്ക് ചെയ്ത് കൊടുക്കാം. ഈ ഓഡിയോ ആകെ ഡ്യൂറേഷൻ ഉള്ളത് 2 മിനിറ്റും 46 സെക്കൻഡ് ആണ് അല്ലെ. ഞാൻ അതുകൊണ്ട് ഇവിടെ ഒരു 2 മിനിറ്റ് തന്നെ ഡ്യൂറേഷൻ കൊടുക്കുകയാണ്. ഓക്കെ, ഇവിടെ സെക്കൻഡ്. അപ്പൊ ആദ്യം മണിക്കൂർ, പിന്നെ മിനിറ്റ്, പിന്നെ സെക്കൻഡ്. അങ്ങനെയാണ് നമ്മൾ ഇവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കേണ്ടത്. ഇവിടെ ഓക്കെ ക്ലിക്ക് ചെയ്യാം. ഓക്കെ, എൻ ടൈം 100% ആണ് കാണിക്കുന്നത്. അതായത് എത്രയാണ് ഈ ഓഡിയോന്റെ ടോട്ടൽ ഡ്യൂറേഷൻ, അത്രയും തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, കട്ട് ചെയ്തെടുക്കാൻ പറ്റും എന്നുള്ള രീതിയിൽ. ഇപ്പൊ 2 മിനിറ്റ് 46 സെക്കൻഡ് ആണ് ഈ വീഡിയോ ഉള്ളത്. അപ്പൊ ഞാനിവിടെ സ്റ്റാർട്ട് ടൈം കൊടുത്തേക്കുന്നത് 2 മിനിറ്റ് ആണ്. അപ്പൊ എനിക്ക് 2 മിനിറ്റ് മുതൽ 2 മിനിറ്റ് 46 സെക്കൻഡ് വരെ കട്ട് ചെയ്തെടുക്കാനായിട്ട് പറ്റും. ഇത് നമുക്ക് വേണമെങ്കിൽ എഡിറ്റ് ചെയ്യാം. വേണമെങ്കിൽ ഇത്രയും വേണ്ട, എനിക്ക് 2 മിനിറ്റും 10 സെക്കൻഡ് മതി എന്നുണ്ടെങ്കിൽ ഇവിടെ നമുക്ക് എന്ത് ചെയ്യാം, 2ഉം അതിന്റെ ഒപ്പം 10 എന്ന് പറഞ്ഞിട്ട് ഇവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കാം. ഞാൻ ഈ വീഡിയോ ഒന്ന് പ്ലേ ചെയ്യാണ്. ഇവിടെ നമ്മൾ നേരത്തെ കണ്ട അതേ ഓപ്ഷൻസ് ഒക്കെ കാണാൻ പറ്റും. പ്രീവിയസ്, റിവൈൻഡ്, പോസ് ചെയ്യാം, ഫാസ്റ്റ് ഫോർവേഡ് 10 സെക്കൻഡ്സ്, നെക്സ്റ്റ് ഇല്ല, കാരണം നമ്മൾ ഇത് എന്ത് ചെയ്യാനായിട്ട്, എഡിറ്റ് ചെയ്യാനായിട്ട് എടുത്തിട്ടുള്ളതാണ്. അതുകൊണ്ട് തന്നെ ഇവിടെ നെക്സ്റ്റ് കാണാനായിട്ട് പറ്റില്ല. പ്ലേ ബാക്ക് സ്പീഡ്. അപ്പൊ നിങ്ങൾ ഇങ്ങനെ ചിന്തിക്കും, ഇതിൽ എങ്ങനെയാണ് അപ്പൊ നമുക്ക് സേവ് ചെയ്യാൻ പറ്റാന്നുള്ളത്. ഒന്നുമില്ല, നമ്മളൊന്ന് ബാക്ക് അടിച്ചാൽ മതി. ഇവിടെ നമുക്ക് കട്ട് ഓപ്ഷൻ ക്ലിക്ക് ചെയ്യാം. ഓക്കെ, ഇവിടെ വീഡിയോ കട്ടായിട്ട് വന്നിട്ടുണ്ട്. അത് ഓൾറെഡി നമ്മുടെ മൈ ഫയൽസിൽ സേവ് ആയിട്ടുണ്ടാവും. ടെക് ഫ്രീഡം എന്ന് പറഞ്ഞിട്ടൊരു ഫോൾഡർ തന്നെ ക്രിയേറ്റ് ആയിട്ടുണ്ടാവും. അവിടെ നിന്ന് നമുക്ക് എന്ത് ചെയ്യാം, ഈ വീഡിയോ കട്ട് ചെയ്ത വീഡിയോ ആക്സസ് ചെയ്യാവുന്നതാണ്. ഇത്രയാണ് വീഡിയോ കട്ടർ എന്ന് പറഞ്ഞിട്ടുള്ള ഫീച്ചറിലുള്ളത്. പിന്നെ നമ്മള് ഓഡിയോ മെർജറിൽ കണ്ട അതേ ഓപ്ഷൻസ് തന്നെയാണ് ഇവിടെ ഉള്ളത്. ആഡ് വീഡിയോ ക്ലിക്ക് ചെയ്യാം, വീഡിയോ സെലക്ട് ചെയ്യാം, വീണ്ടും ഏറ്റവും താഴെ ആഡ് 1 ക്ലിക്ക് ചെയ്യാം. വീഡിയോ സെലക്ട് ചെയ്യാം. വീണ്ടും നമുക്ക് വീഡിയോ ആഡ് ചെയ്യണമെങ്കിൽ എന്ത് ചെയ്യാം, ഈ വീഡിയോ ആഡ് വീഡിയോ എന്ന് പറഞ്ഞ നമ്മുടെ ഏറ്റവും താഴെ റൈറ്റ് സൈഡിൽ നമ്മൾ വാട്സപ്പിൽ വോയിസ് നോട്ട് ഒക്കെ റെക്കോർഡ് ചെയ്യുമല്ലോ, ആ ഭാഗത്തായിട്ട് ആഡ് വീഡിയോ എന്ന് പറഞ്ഞിട്ടൊരു ഓപ്ഷൻ ഉണ്ട്. അത് ക്ലിക്ക് ചെയ്താൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, വീഡിയോ ആഡ് ചെയ്യാനായിട്ട് പറ്റും. ഞാൻ ഈ ഓപ്ഷൻ ക്ലിക്ക് ചെയ്യാണ്. ഓക്കെ, എനിക്കിനി ആഡ് വീഡിയോസ് ആഡ് ചെയ്യണമെന്നില്ല. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം, ഈ മെർജ് എന്ന് പറയുന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യാം. ഓക്കെ, ഇവിടെ നമുക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാം, റിനെയിം ചെയ്യാം, സേവ് ചെയ്യാം. എനിക്കിത് സേവ് ചെയ്യേണ്ട ആവശ്യമില്ലാത്തത് കൊണ്ട് തന്നെ ഞാൻ ക്യാൻസൽ ക്ലിക്ക് ചെയ്യുന്നു. ഓക്കെ, ഈ 2 ഓപ്ഷനാണ് ഇപ്പൊ നമ്മൾ പരിചയപ്പെട്ടത്. ഇനി ഇതിലുള്ള മറ്റൊരു ഓപ്ഷനാണ് നമുക്ക് എല്ലാവർക്കും ഉപകാരപ്പെടും എന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്ന ഒരു ഓപ്ഷൻ. ഞാനൊക്കെ പലപ്പോഴും എന്റെ കൂട്ടുകാരിനെയോ എന്റെ അനിയത്തിനെയൊക്കെ ആശ്രയിക്കുന്നതാണ് ഈ ഇമേജ് വീഡിയോ ആക്കാൻ, അല്ലെങ്കിൽ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് ഒക്കെ ഇട്ട് ഫോട്ടോ ഇങ്ങനെ ഒരു വീഡിയോ പോലെ ആക്കി എടുക്കാനൊക്കെ ആയിട്ട്. അപ്പൊ അതിനായിട്ട് നമുക്ക് ഉപയോഗിക്കാൻ വന്ന ഒരു ഫീച്ചറാണ്. ഓക്കെ, ഇവിടെ എന്തോ എറർ കാണിക്കുന്നുണ്ട്. ഓക്കെ, ഇമേജ് ടു വീഡിയോ. ഓക്കെ, നമ്മള് സെലക്ട് ചെയ്യുന്ന ഫോട്ടോസ് മാത്രമാണ് ഈ ആപ്പിന് ആക്സസ് ചെയ്യാൻ സാധിക്കുക എന്നാണ് പറഞ്ഞത്.
Photo table ഞാനൊരു on ഫോട്ടോ tab. സെലക്ട് Image, ചെയ്യുന്നു. image, back button. Image 1 video. Add music button. Create video button. Back button. If 1 video. Add music. Create add music button. ആഡ് മ്യൂസിക്. നമുക്ക് ഇത് ക്ലിക്ക് ചെയ്തിട്ട് വേണമെങ്കിൽ ഈ ഫോട്ടോയ്ക്ക് ആപ്റ്റ് ആയിട്ടുള്ള ഒരു മ്യൂസിക് സെലക്ട് ചെയ്യാനായിട്ട് പറ്റും. അതിനുശേഷം Create video button. അതല്ല ബ്ലാങ്ക് വീഡിയോ ആണ് വേണ്ടതെന്നുണ്ടെങ്കിൽ നമുക്ക് ക്രിയേറ്റ് വീഡിയോ ക്ലിക്ക് ചെയ്തിട്ട് ഒരു ബ്ലാങ്ക് വീഡിയോ ക്രിയേറ്റ് ചെയ്യാവുന്നതാണ്. Button. ഈ രണ്ട് ഓപ്ഷൻ ആണ് ഇതിലുള്ളത്, ആഡ് മ്യൂസിക്, ക്രിയേറ്റ് വീഡിയോ. Image back button. Video and voice recorder button. Video editor button. Voices ITTS. Voice recorder button. ഓക്കെ, അടുത്ത ഓപ്ഷൻ ആണ് വോയിസ് റെക്കോർഡർ എന്ന് പറയുന്നത്. ഞാൻ പറഞ്ഞു നേരത്തെ നമ്മൾ റെക്കോർഡ് ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെ പല ആപ്ലിക്കേഷൻസ് ഉപയോഗിക്കാറുള്ളതാണ്. ഹൈക്യു MP3, ഓഡിയോ ലാബ് പോലുള്ള ആപ്ലിക്കേഷൻസ് ഒക്കെ നമ്മൾ റെക്കോർഡ് ചെയ്യാനായിട്ട് ഉപയോഗിക്കാറുണ്ട്. ഏകദേശം അതേ ക്ലാരിറ്റിയോടെ തന്നെ നമുക്ക് റെക്കോർഡ് ചെയ്യാൻ പറ്റുന്ന ഒരു ആപ്ലിക്കേഷൻ ആണ് വോയിസ് റെക്കോർഡർ എന്ന് പറയുന്നത്. പക്ഷെ ഈ ആപ്ലിക്കേഷന്റെ ഒരു പരിമിതി എന്താന്ന് വെച്ചാൽ നമുക്ക് ഹൈക്യൂലൊക്കെ ആണെങ്കിൽ റിനെയിം ചെയ്യാം, റിനെയിം ചെയ്തിട്ട് വേറെ ആപ്ലിക്കേഷനിലേക്ക് ഡയറക്റ്റ് ആയിട്ട് ഷെയർ ചെയ്യാം. പക്ഷെ ഈ ആപ്ലിക്കേഷനിൽ ഡയറക്റ്റ് ആയിട്ട് ഷെയർ ചെയ്യാനും പറ്റില്ല, റിനെയിം ചെയ്യാനും പറ്റില്ല. ഡിലീറ്റ് ആക്കാൻ പറ്റും, റെക്കോർഡ് ചെയ്യാൻ പറ്റും, അതുപോലെ പ്ലേ ചെയ്യാം. ഈ ഓപ്ഷൻസ് മാത്രമാണ് കറന്റ്ലി ഈ ആപ്ലിക്കേഷനിൽ ഇപ്പൊ അവൈലബിൾ ആയിട്ടുള്ളത്. നമുക്ക് എന്തായാലും ഈ വോയിസ് റെക്കോർഡർ എന്നൊരു ഓപ്ഷൻ പരിചയപ്പെടാം. Voice recording format. MP3. ഓക്കെ, ഇവിടെ റെക്കോർഡിംഗ് ഫോർമാറ്റ് MP3 ആണ്. നമുക്ക് ഏതൊക്കെ ഫോർമാറ്റ്സ് ഉണ്ടെന്ന് ജസ്റ്റ് പരിചയപ്പെടാം. Recording format. Advanced audio with MP3. M4A. MP3, M4A, Advanced audio code. AC. Recording format. Unavailable. ഈ മൂന്ന് ഫീച്ചേഴ്സ് ആണ്, ഈ മൂന്ന് ഓപ്ഷൻസ് ആണുള്ളത്. MP3, M4A, ACC. MP3. Backup voice record pitch rate. ബിറ്റ് റേറ്റ്. Box 320 kbps. ഓക്കെ, ഇവിടെ നമുക്ക് ബിറ്റ് റേറ്റ് സെലക്ട് ചെയ്ത് കൊടുക്കാം. ഇപ്പൊ നമുക്ക് ഹൈ ക്വാളിറ്റിയിൽ റെക്കോർഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ 320 തന്നെ സെലക്ട് ചെയ്യുന്നതാണ് നല്ലത്. ലോ ക്വാളിറ്റി മതിയെങ്കിൽ നമുക്ക് നോക്കാം. Pitch rate 64 kbps. 64, 128 kbps. 128, 160 kbps. 160, 192 kbps. 192, 256 kbps. 256, 320 kbps. 320. ഇത്രയും KBBS നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, റെക്കോർഡ് ചെയ്യാനായിട്ട് സാധിക്കും. Pitch rate unavailable. ഓക്കെ, Voice with start recording button. സ്റ്റാർട്ട് റെക്കോർഡിംഗ് ക്ലിക്ക് ചെയ്താൽ നമുക്ക് റെക്കോർഡ് ചെയ്യാനായിട്ട് സാധിക്കുന്നതാണ്. ഞാൻ ജസ്റ്റ് ഒന്ന് റെക്കോർഡ് ചെയ്ത് കാണിക്കാം. ഓക്കെ, ഞാൻ ഈ ആപ്ലിക്കേഷനിൽ ഇപ്പോൾ സ്റ്റാർട്ട് റെക്കോർഡിംഗ് ക്ലിക്ക് ചെയ്തിട്ടുണ്ട്. ഇപ്പോ ഞാൻ പറയുന്നതെല്ലാം തന്നെ ഈ ആപ്ലിക്കേഷനിൽ റെക്കോർഡ് ആവുന്നുണ്ട്. നല്ല ക്വാളിറ്റിയിൽ, നല്ല സൗണ്ട് ക്വാളിറ്റിയിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ ആപ്ലിക്കേഷൻസിൽ ഈ ഫീച്ചറിൽ റെക്കോർഡ് ചെയ്താൽ നമുക്ക് പ്ലേ ചെയ്യാനായിട്ട് സാധിക്കുന്നതാണ്. ഞാൻ റെക്കോർഡിംഗ് സ്റ്റോപ്പ് ചെയ്യാണ്. Voice recorder. Pause button unavailable. Pause play button. ഓക്കെ, ഞാനിതിവിടെ പ്ലേ ചെയ്യാണ്. Play button. Player. ഓക്കെ, ഞാൻ ഈ ആപ്ലിക്കേഷൻ സ്റ്റാർട്ട് റെക്കോർഡിംഗ് ക്ലിക്ക് ചെയ്തിട്ടുണ്ട്. ഇപ്പൊ ഞാൻ പറയുന്നതെല്ലാം തന്നെ ഈ ആപ്ലിക്കേഷനിൽ റെക്കോർഡ് ആവുന്നുണ്ട്. നല്ല ക്വാളിറ്റിയിൽ, നല്ല സൗണ്ട് ക്വാളിറ്റിയിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ഈ ആപ്ലിക്കേഷൻ. ഓക്കെ, ഇപ്പോ കേട്ടപ്പോ എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവും. നല്ല ക്ലാരിറ്റി തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നുണ്ട്, ഈ ആപ്ലിക്കേഷനിൽ റെക്കോർഡ് ചെയ്യാൻ പറ്റുന്നുണ്ട്. ഇതിലും നമുക്ക് എന്ത് ചെയ്യാം, പോസ് ചെയ്യാം, പ്ലേ ചെയ്യാം. നമ്മള് മൈ പ്ലെയറിൽ കണ്ട അതേ ഫീച്ചേഴ്സ് തന്നെയാണ് ഇവിടെ ഉള്ളത്. കണ്ടോ, സ്ലൈഡർ കാണിക്കുന്നുണ്ട്. പ്രീവിയസില്, കാരണം ഇതിന് മുന്നേ ഞാൻ വേറെ ഒന്നും റെക്കോർഡ് ചെയ്തിട്ടില്ല. റിവൈൻഡ് ചെയ്യാം, പ്ലേ ചെയ്യാം, ഫാസ്റ്റ് ഫോർവേഡ് ചെയ്യാം 10 സെക്കൻഡ്. നെക്സ്റ്റ് പറ്റില്ല, കാരണം എന്റെ വേറെ റെക്കോർഡിങ്സ് ഒന്നും ഇല്ലാത്തത് കൊണ്ട്. പ്ലേ ബാക്ക് സ്പീഡ് നേരത്തെ പോലെ തന്നെ ഇതിന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, കൂട്ടാനായിട്ട് സാധിക്കും. ഹൈഡ് പ്ലെയർ കൺട്രോൾസ്, അതായത് ഇത് ക്ലിക്ക് ചെയ്താൽ പ്ലെയറിന്റെ ഓപ്ഷൻസ് ഒന്നും തന്നെ നമുക്ക് അവൈലബിൾ ആയിരിക്കില്ല. അപ്പൊ ഞാൻ ബാക്ക് അടിക്കുകയാണ്. കണ്ടോ, ഇവിടുന്ന് വേണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ഡിലീറ്റ് ചെയ്യാം. ഓക്കെ, ഏറ്റവും അവസാനത്തെ ഒരു ഓപ്ഷൻ ആണ് ഇനി പരിചയപ്പെടാനുള്ളത്, വോയിസിഫൈ TTS. ഇതെന്താ സംഭവം എന്ന് വെച്ചാല്, നമുക്ക് എല്ലാവർക്കും ഫോണിൽ നമ്മൾ എല്ലാവരും പലതരം TTSകൾ ഉപയോഗിക്കാറുണ്ട് അല്ലെ. ഗൂഗിൾ TTS ഉപയോഗിക്കുന്നവരുണ്ട്, ഈസ്പീക്ക് TTS ഉപയോഗിക്കുന്നവരുണ്ട്, വോക്കലൈസർ പോലുള്ള ആപ്ലിക്കേഷൻസ്, ഓട്ടോ TTS ഒക്കെ ഉപയോഗിക്കുന്നവർ എല്ലാവരും ഉണ്ടാവും, പലരും ഉണ്ടാവും. അതിന് പകരമായിട്ട് ഈ ആപ്ലിക്കേഷൻ തന്നെ നമുക്ക് തരുന്ന ഒരു ഫീച്ചറാണ് വോയിസിഫ് TTS എന്ന് പറയുന്നത്. അപ്പോ നമ്മൾ വിചാരിക്കുന്ന പോലെ അത്ര ആക്യുറേറ്റ് ആയിട്ട് ഇത് വർക്ക് ചെയ്യില്ല. എല്ലാ ഓപ്ഷൻസും കൃത്യമായിട്ട് ക്ലിക്ക് ചെയ്ത് ഓൺ ആക്കിയാൽ പോലും ചിലപ്പോ നമ്മുടെ ഫോണിൽ സൗണ്ട് ഒന്നും കേൾക്കണമെന്നില്ല. അതുകൊണ്ട് തന്നെ ഇതാരും തൽക്കാലം ഉപയോഗിക്കാതിരിക്കുന്നതാണ് നല്ലത്, കാരണം ഇത് ഡെവലപ്പിംഗ് സ്റ്റേജിലാണ്. അപ്പോ
ഈ ഫീച്ചർ നമുക്ക് കൃത്യമായിട്ട് ഇപ്പോൾ തൽക്കാലം ഉപയോഗിക്കാനായിട്ട് സാധിക്കില്ല. അതുകൊണ്ട് പരിചയപ്പെടുത്താൻ എന്നുള്ളത് നിർവാഹമില്ലാത്ത കാര്യമാണ്. കാരണം എന്റെ ഫോണിൽ ഇത് പരീക്ഷിച്ച് നോക്കിയ സമയത്ത് ഈ ഫീച്ചർ വർക്ക് ചെയ്യുന്നുണ്ടായിരുന്നില്ല. ഈ ആപ്ലിക്കേഷൻ എനിക്ക് യൂസ് ചെയ്യാൻ, ഈ ഒരു ഫീച്ചർ എനിക്ക് യൂസ് ചെയ്യാൻ സാധിക്കുന്നുണ്ടായിരുന്നില്ല. ഞാൻ ജസ്റ്റ് എന്നാലും ഇതിലുള്ള ഓപ്ഷൻസ് നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരാം. ഓക്കെ, ഇതെന്താന്ന് വെച്ചാല് ബാക്ക്ഗ്രൗണ്ട് സെറ്റിംഗ്സ് ആണ്. അതായത് ഇപ്പൊ നമ്മള് ഈ TTS എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് TTS ആക്കി കഴിഞ്ഞാല് നമ്മുടെ ആപ്പ് ബാക്ക്ഗ്രൗണ്ടിൽ ഈ ആപ്പ് ഓപ്പൺ ചെയ്യാതെ തന്നെ നമ്മുടെ സ്ക്രീനിൽ ഇത് വർക്ക് ചെയ്തുകൊണ്ടേയിരിക്കും. നമുക്കറിയാം ജിഷോ നമ്മുടെ ലോക്ക് സ്ക്രീനിൽ വർക്ക് ചെയ്യുന്ന ഒരു ആപ്ലിക്കേഷൻ ആണ്. അതുപോലെ ടോക്ക് ബാക്ക് ആണെങ്കിലും അതുപോലെ തന്നെ വർക്ക് ചെയ്യുന്ന ഒരു ആപ്ലിക്കേഷൻ ആയിട്ട് ഇത് മാറും. അതിന് വേണ്ടിയിട്ട് അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, ബാറ്ററി പെർമിഷൻസ് എല്ലാം എന്താണ് ബാക്ക്ഗ്രൗണ്ടിൽ ബാറ്ററി റെസ്ട്രിക്ട് ചെയ്യുന്നുണ്ടെങ്കിൽ അതെല്ലാം ഓഫ് ആക്കിയിട്ട് വേണം ഈ ആപ്ലിക്കേഷനിൽ കൊടുക്കാൻ വേണ്ടിയിട്ട്. അപ്പൊ ഈ ഒരു ഓപ്ഷൻ വരുമ്പോൾ നമ്മൾ ജസ്റ്റ് ബാക്ക് അടിച്ചാൽ നമുക്ക് ആപ്ലിക്കേഷന്റെ ഇന്റർഫേസിലേക്ക് തന്നെ എത്താൻ പറ്റും. മോഡ് ഓട്ടോ ലാംഗ്വേജ് ഉണ്ട്. മിക്സ്ഡ് ലാംഗ്വേജ് ആണ് നല്ലത്. കാരണം നമുക്ക് മലയാളം, ഇംഗ്ലീഷ് ഇവയെല്ലാം ഒരുപോലെ വായിക്കേണ്ടതുള്ളത് കൊണ്ട് തന്നെ മിക്സ്ഡ് ലാംഗ്വേജ് ആണ് കുറച്ചുകൂടി നല്ലതെന്ന് എനിക്ക് തോന്നുന്നു. നമുക്ക് ഏത് ഭാഷയാണോ വേണ്ടത്, ഏത് ഭാഷയിലുള്ള TTS ആണോ വേണ്ടത് നമുക്കിവിടെ സെലക്ട് ചെയ്യാം. ഞാനിവിടെ കാണിച്ചു തരുന്നതിന് വേണ്ടി ഇംഗ്ലീഷ് സെലക്ട് ചെയ്യുന്നു. ഓക്കെ, ഇവിടെ നമുക്ക് എൻജിൻ സെലക്ട് ചെയ്യാനായിട്ട് സാധിക്കും. ഓക്കെ, ഗൂഗിൾ TTS വേണമെങ്കിൽ ഉപയോഗിക്കാം. ഈ സ്പീക്ക് NG ഉപയോഗിക്കും. ഞാൻ ഈ സ്പീക്കർ സെലക്ട് ചെയ്യുന്നു. ഇവിടെ നമുക്ക് യാതൊരു പരിചയമില്ലാത്ത വോയിസുകളൊക്കെയാണ് കാണുന്നത്. ഓക്കെ, നമുക്കിവിടെ ഏത് രാജ്യത്തിന്റെ ഭാഷയാണോ വേണ്ടത് അത് സെലക്ട് ചെയ്യാവുന്നതാണ്. NUS, അതായത് US ആണ് നമ്മൾ സാധാരണയായിട്ട് ഉപയോഗിക്കാറുള്ളത്. അപ്പൊ ഇംഗ്ലീഷ് US അവിടെ സെലക്ട് ചെയ്യാം. ഇവിടെ നമുക്ക് വേണമെങ്കിൽ സ്പീഡ് കൂട്ടി കൊടുക്കാം, കുറച്ചു കൊടുക്കാം. കൂട്ടാനും കുറയ്ക്കാനും സാധിക്കും. ഇവിടെ ഈ ഇൻഫർമേഷൻ നമുക്ക് എന്ത് ചെയ്യാം, സേവ് ചെയ്യാം. ഓക്കെ, ഇതിവിടെ സേവ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഈ TTS ഉപയോഗിക്കണമെന്നുണ്ടെങ്കിൽ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാല് നമ്മൾ സെറ്റിംഗ്സ് ഓപ്പൺ ചെയ്യുക, ആക്സസിബിലിറ്റി എടുക്കുക. അതില് ആക്സസിബിലിറ്റിയിൽ ടെക്സ്റ്റ് ടു സ്പീച്ച് ഔട്ട്പുട്ട് എന്നൊരു ഓപ്ഷൻ ഉണ്ടാവും. അത് ക്ലിക്ക് ചെയ്യുക. അതിൽ പ്രിഫേർഡ് എഞ്ചിനിൽ സാധാരണ നമ്മൾ ഉപയോഗിക്കുന്ന TTSകളെക്കാളും കൂടുതലായിട്ട് ടെക് ഫ്രീഡം എന്ന് പറഞ്ഞിട്ട് ഒരു ഓപ്ഷൻ തന്നെ വന്നിട്ടുണ്ടാവും. അത് ക്ലിക്ക് ചെയ്താൽ നമുക്ക് ഈ ആപ്ലിക്കേഷനിൽ നമുക്ക് തന്നിട്ടുള്ള TTS ഏതാണോ ആ TTS യൂസ് ചെയ്യാനായിട്ട് സാധിക്കും. അതായത് സെറ്റിംഗ്സ്, ആക്സസിബിലിറ്റി, ടെക്സ്റ്റ് ടു സ്പീച്ച് ഔട്ട്പുട്ട്, പ്രിഫേർഡ് എഞ്ചിനിൽ നമുക്ക് എന്ത് ചെയ്യാം, ടെക് ഫ്രീഡം എന്ന് പറഞ്ഞിട്ട് നമ്മൾ സാധാരണ ഉപയോഗിക്കുന്ന TTSകളെക്കാളും കൂടുതലായിട്ട് ടെക് ഫ്രീഡം എന്ന് പറയുന്ന ഒരു TTS കൂടുതലായിട്ട് വന്നിട്ടുണ്ടാവും. ആ TTS ഡബിൾ ടാപ്പ് ചെയ്യുക, ശേഷം അത് നമുക്ക് ഉപയോഗിക്കാവുന്നതാണ്. പക്ഷെ എല്ലാവരും ഉപയോഗിക്കുന്നതിന് മുമ്പ് ഒരു കാര്യം കൃത്യമായിട്ട് ശ്രദ്ധിക്കുക. ഇപ്പോഴും ഇത് ഡെവലപ്പിംഗ് സ്റ്റേജിലാണ്, ഇത് കൃത്യമായിട്ട് വർക്ക് ചെയ്ത് തുടങ്ങിയിട്ടില്ല. അതുകൊണ്ട് തന്നെ ഉപയോഗിക്കുന്നതിന് മുമ്പ് അല്ലെങ്കിൽ ഇപ്പൊ നിങ്ങൾക്ക് എക്സ്പ്ലോർ ചെയ്ത് നോക്കണമെന്നുണ്ടെങ്കിൽ സൈറ്റഡ് ആയിട്ടുള്ള ഒരാൾ കൂടെ ഉണ്ടെങ്കിൽ ധൈര്യമായിട്ട് എക്സ്പ്ലോർ ചെയ്യാവുന്നതാണ്. അല്ലാത്ത പക്ഷം റിസ്ക് എടുക്കാതിരിക്കുന്നതാണ് നല്ലത്. ഇത്രയും ഓപ്ഷൻസ് ആണ് ഈ ആപ്ലിക്കേഷനിൽ അവൈലബിൾ ആയിട്ടുള്ളത്. ഇനി ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം ഇതെങ്ങനെയാണ് സൈൻ ഇൻ ചെയ്യേണ്ടത് എന്നുള്ളത്. ഈ ടെക് ഫ്രീഡം എന്ന് പറയുന്ന ആപ്ലിക്കേഷൻ ഓപ്പൺ ആക്കുന്ന സമയത്ത് നമുക്ക് ആദ്യം കാണുന്നത് എന്താന്ന് വെച്ചാൽ നമ്മുടെ ഫോൺ നമ്പർ എൻ്റർ ചെയ്ത് കൊടുക്കാവുന്നതാണ്. ആദ്യം കൺട്രി കോഡാണ് എൻ്റർ ചെയ്ത് കൊടുക്കേണ്ടത്. കൺട്രി കോഡ് പ്ലസ് എന്ന് പറയുന്നത് ഓൾറെഡി അവിടെ അവൈലബിൾ ആയിരിക്കും. പ്ലസിന്റെ അപ്പുറത്ത് നമ്മൾ എന്ത് ചെയ്യുക, കൺട്രി കോഡ് എന്ന് പറഞ്ഞ ടെക്സ്റ്റ് ബോക്സ് ഉണ്ടാവും. അവിടെ നമ്മുടെ കൺട്രി കോഡായ 91, നമ്മുടെ ഇന്ത്യയുടെ കൺട്രി കോഡ് 91 ആണ്. 91 എൻ്റർ ചെയ്യാം. ശേഷം നെക്സ്റ്റ് എഡിറ്റ് ബോക്സിൽ നമ്മുടെ മൊബൈൽ നമ്പർ, ഫോൺ നമ്പർ ഏതാണോ, നമ്മൾ ഉപയോഗിക്കുന്ന ഫോൺ നമ്പർ ഏതാണോ അത് എൻ്റർ ചെയ്യാം. അതിനുശേഷം നമ്മൾ നെക്സ്റ്റ് കൊടുക്കുമ്പോൾ നമുക്ക് OTP ചോദിക്കും.
അപ്പോൾ OTP ചോദിക്കുന്ന സമയത്ത് നമ്മുടെ ഫോണിന്റെ മെസ്സേജസിലേക്ക് OTP വന്നിട്ടുണ്ടാവും. ആ OTP നമ്മൾ എന്ത് ചെയ്യുക, എൻ്റർ ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നമ്മൾ മെയിൽ ആണോ ഫീമെയിൽ ആണോ ജെൻഡർ ചോദിക്കും. അപ്പൊ നമ്മൾ മെയിൽ ആണോ ഫീമെയിൽ ആണോ ആ ജെൻഡർ ക്ലിക്ക് ചെയ്യുക. ശേഷം നമുക്ക് മെഡിക്കൽ ബോർഡിന്റെ സർട്ടിഫിക്കറ്റ് അപ്ലോഡ് ചെയ്യണം എന്ന് പറഞ്ഞിട്ടൊരു ഓപ്ഷൻ കാണിക്കും. നമ്മൾ വിഷ്വലി ഇമ്പയർഡ് തന്നെയാണെന്ന് കൺഫേം ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഈ മെഡിക്കൽ ബോർഡിന്റെ സർട്ടിഫിക്കറ്റ് അപ്ലോഡ് ചെയ്യുന്നത്. അത് നമുക്ക് അപ്ലോഡ് ചെയ്യുക, നെക്സ്റ്റ് ക്ലിക്ക് ചെയ്യുക. ഇത്രയാണ് എന്താണ് ഈ ആപ്ലിക്കേഷനിൽ സൈൻ ഇൻ ചെയ്യാനായിട്ട് ആവശ്യം വരുന്നത്. അത് മാത്രമല്ല, തുടക്കത്തിൽ നമ്മൾ എന്ത് ചെയ്യുക, മെയിൽ ID സെലക്ട് ചെയ്ത് കൊടുക്കുക. ലോഗിൻ ക്ലിക്ക് ചെയ്യുമ്പോൾ ലോഗിൻ വിത്ത് ഗൂഗിൾ എന്ന് പറഞ്ഞിട്ട് ഒരു ഓപ്ഷൻ ഉണ്ടാവും. അവിടെ നമ്മുടെ മെയിൽ ID കാണിക്കും. ആ മെയിൽ ID ആദ്യം എന്ത് ചെയ്യുക, സൈൻ ഇൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഡബിൾ ടാപ്പ് ചെയ്ത് സെറ്റ് ചെയ്യുക. അതിനുശേഷമാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്, ഫോൺ നമ്പർ എൻ്റർ ചെയ്യേണ്ടത്. ആദ്യം കൺട്രി കോഡ് എൻ്റർ ചെയ്യുക, പ്ലസ് അവിടെ ഉണ്ടാവും 91 എന്ന കൺട്രി കോഡ് അടിച്ചു കൊടുക്കുക. ശേഷം നെക്സ്റ്റ് എഡിറ്റ് ബോക്സിൽ നമ്മുടെ ഫോൺ നമ്പർ എൻ്റർ ചെയ്യുക. ഫോൺ നമ്പർ എൻ്റർ ചെയ്തതിന് ശേഷം നമ്മൾ മെയിൽ ആണോ ഫീമെയിൽ ആണോ എന്നുള്ളത് സെലക്ട് ചെയ്യുക. അതിനുശേഷം നെക്സ്റ്റ് ക്ലിക്ക് ചെയ്യുക. അത് കഴിയുമ്പോൾ നമുക്ക് OTP വരും. OTP എൻ്റർ ചെയ്യുക. OTP എൻ്റർ ചെയ്തതിന് ശേഷം നമ്മൾ മെഡിക്കൽ ബോർഡിന്റെ സർട്ടിഫിക്കറ്റ് അപ്ലോഡ് ചെയ്യാനുള്ള ഓപ്ഷനാണ് പിന്നീട് വരുന്നത്. നമ്മൾ VI തന്നെയാണെന്ന് കൺഫേം ചെയ്യാൻ വേണ്ടിയിട്ട്. അങ്ങനെ മെഡിക്കൽ ബോർഡിന്റെ സർട്ടിഫിക്കറ്റ് അപ്ലോഡ് ചെയ്തതിന് ശേഷം നമുക്ക് നെക്സ്റ്റ് ക്ലിക്ക് ചെയ്യാവുന്നതാണ്. പിന്നെ നമുക്ക് വെരിഫിക്കേഷൻ ടൈം എടുക്കുന്നുണ്ട്. ഒരു എന്തായാലും ഒരു അരമണിക്കൂറിന് മുകളിൽ എന്തായാലും വെരിഫിക്കേഷൻ ടൈം എടുക്കുന്നുണ്ട്. എന്നിട്ട് നമ്മൾ തന്നെയാണെന്ന് ഉറപ്പ് വരുത്തിയതിനു ശേഷം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ ആപ്ലിക്കേഷൻ എല്ലാ ഓപ്ഷൻസും ഉപയോഗിക്കാനായിട്ട് പറ്റും. അപ്പോൾ ഇത്രയൊക്കെയാണ് ടെക് ഫ്രീഡം എന്ന് പറയുന്ന ആപ്ലിക്കേഷനിലുള്ളത്. എന്തായാലും നമുക്കറിയാം, ഒരുപാട് ആപ്ലിക്കേഷൻസ് ഒഴിവാക്കിക്കൊണ്ട് നമ്മളിപ്പോ കണ്ടു ഒരുപാട് ഫീച്ചേഴ്സ് ഉള്ള ഒരു ആപ്ലിക്കേഷനാണ് ടെക് ഫ്രീഡം എന്ന് പറയുന്നത്. ലിങ്ക് സേവ് ചെയ്യാം, ഡോക്യുമെന്റ് കൺവേർട്ട് ചെയ്യാം, ഡോക്യുമെന്റ് റീഡ് ചെയ്യാം, പാസ്വേഡ് സേവ് ചെയ്യാം, അതുപോലെ തന്നെ വോയിസ് റെക്കോർഡർ, അങ്ങനെ ഓഡിയോ എഡിറ്റർ, വീഡിയോ എഡിറ്റർ, അങ്ങനെ തുടങ്ങിയ ഒരുപാട് ഫീച്ചേഴ്സ് നമുക്ക് ഈ ആപ്ലിക്കേഷനിൽ സാധിക്കുന്നുണ്ട്. ക്യാഷ് റീഡർ, ആപ്പ് ബാക്കപ്പ്, ഇതിനെല്ലാം നമ്മൾ പല പല ആപ്ലിക്കേഷൻസ് ആണ് ഉപയോഗിക്കുന്നത്. ഇവയെല്ലാം ഒറ്റ കുടക്കീഴിൽ എന്നതുപോലെ നമുക്ക് ഉപയോഗിക്കാവുന്ന ഒരു ആപ്ലിക്കേഷനാണ് ടെക് ഫ്രീഡം. അതുപോലെ തന്നെ എല്ലാവരും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്, ഇപ്പൊ ഏത് ആപ്ലിക്കേഷനിലായാലും ഉണ്ട് റിസ്ക് അല്ലെ. പക്ഷെ മറ്റേ ആപ്ലിക്കേഷനിൽ നിന്ന് വ്യത്യസ്തമായിട്ട് നമ്മൾ ഇവിടെ മെഡിക്കൽ ബോർഡ് വെച്ചിട്ടാണ് സൈൻ ഇൻ ചെയ്യുന്നത്. അപ്പോൾ സെൽഫ് റിസ്കില് ഇത് ഗവൺമെന്റിന്റെ ഒഫീഷ്യൽ ആപ്ലിക്കേഷൻ അല്ലാത്തത് കൊണ്ട് തന്നെ, എന്നാൽ പ്രത്യേകിച്ച് പ്രശ്നങ്ങളൊന്നുമില്ല, എന്നാലും സെൽഫ് റിസ്കില് നമ്മൾ എന്ത് ചെയ്യുക, ഈ ആപ്ലിക്കേഷൻസ് ഉപയോഗിക്കാനായിട്ട് ശ്രമിക്കുക എന്നുള്ളതാണ് പറയാനുള്ളത്. അപ്പോ എനിക്കറിയാം എന്റെ വളരെ പരിമിതമായിട്ടുള്ള രീതിയിലാണ് എനിക്ക് പറഞ്ഞു തരാനായിട്ട് സാധിച്ചിട്ടുള്ളത്. എല്ലാവർക്കും കൃത്യമായിട്ട് മനസ്സിലായിട്ടുണ്ടാവും എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. അപ്പോ അധികം പ്രിപ്പയർ ചെയ്യാനായിട്ട് സമയം കിട്ടാത്തതിൻ്റെതായ ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു. എന്തെങ്കിലും തെറ്റുകൾ വന്നിട്ടുണ്ടെങ്കിൽ ദയവായി എല്ലാവരും ക്ഷമിക്കുക. എന്തായാലും എല്ലാവർക്കും മനസ്സിലായെന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് ഞാൻ എന്റെ ക്ലാസ് വൈൻഡ് അപ്പ് ചെയ്യാണ്. എനിക്കിങ്ങനെ ഒരു ക്ലാസ് എടുക്കാൻ അവസരം തന്ന KFB യൂത്ത് ഫോറത്തിലെ എല്ലാവർക്കും എന്റെ ഹൃദയം നിറഞ്ഞ നന്ദി ഞാൻ അറിയിക്കുന്നു. താങ്ക് യു. ഹലോ, കേൾക്കാം. ഓക്കെ, ഇനി ആർക്കെങ്കിലും എന്തെങ്കിലും ഡൗട്ട് ഇതായിട്ട് ചോദിക്കാനുണ്ടെങ്കിൽ ഇപ്പൊ ചോദിക്കാവുന്നതാണ്. ഹലോ കേൾക്കാമോ? ഹലോ ഹലോ കേൾക്കാമോ? ഹലോ 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 കേൾക്കാമല്ലോ? ഓക്കെ. കൺഗ്രാറ്റുലേഷൻസ് ഫോർ യുവർ ബെസ്റ്റ് പ്രസന്റേഷൻ. എനിക്ക് പൊതുവിലൊരു സംശയമാണ് ചോദിക്കാനുള്ളത്. ഈ ഇത് 2-3 പേര് ഡൗട്ട് ഉണ്ട്. ഒന്ന്, ഇതിൽ UDID കാർഡ് മെഡിക്കൽ സർട്ടിഫിക്കറ്റിന് പകരമായിട്ട് ഉപയോഗിക്കാൻ പറ്റുമോ? അങ്ങനെ അപ്ലോഡ് ചെയ്താല് റിജക്ട് ചെയ്യൂ? അത് റിജക്ട് ചെയ്യാനാണ് സാധ്യത. കാരണം ഇവിടെ നമ്മുടെ മെഡിക്കൽ ബോർഡ് സർട്ടിഫിക്കറ്റ് അപ്ലോഡ് ചെയ്യാന്നുള്ളത് പ്രത്യേകം എടുത്ത് പറയുന്നുണ്ടല്ലോ. ഒരു മിനിറ്റ് ഞാൻ പറയാം. UDID കാർഡ് എടുക്കുന്നുണ്ട്. ഞാൻ ഇന്ന് രാവിലെ ചെയ്തിട്ടുണ്ടായിരുന്നു, കൺഫേം ആയി വന്നു. സജീവനാണ്. ഓക്കെ താങ്ക് യു. വേറൊരു ഡൗട്ട് ചോദിക്കാനുള്ളത് പൊതുവായൊരു ഡൗട്ടാണ്. ഞാൻ ഈ ഗൂഗിൾ മീറ്റ് സ്ഥിരമായിട്ട് ഉപയോഗിക്കാറ്. ഗൂഗിൾ മീറ്റ് യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ഈ ഗൂഗിൾ മീറ്റിന്റെ വിൻഡോന്ന് പോയിട്ട് പുറത്ത് കിടക്കാറുണ്ട്. വീണ്ടും ഞാൻ വാട്സപ്പ് ഒക്കെ എടുത്ത്
ഈ ഗൂഗിൾ മീറ്റ് ലിങ്കിൽ ക്ലിക്ക് ചെയ്തിട്ടാണ് വീണ്ടും ഈ ഗ്രൂപ്പിലൊക്കെ ചേരുന്നത്. ഇടയ്ക്കിടയ്ക്ക് ഇത് സ്ലിപ്പായി പോകാറുണ്ട്. അപ്പോൾ എൻ്റെ ഡൗട്ട്, ഇത് സ്റ്റേബിൾ ആയിട്ട് നിർത്താൻ എന്തെങ്കിലും മാർഗമുണ്ടോ? അതിന് പ്രത്യേകിച്ച് മാർഗം അതായത് ആ വിൻഡോ ഇങ്ങനെ, ഞാൻ പറഞ്ഞ പോയിന്റ് മനസ്സിലായല്ലോ. ഈ നമ്മൾ എടുക്കുന്ന ഈ യൂസ് ചെയ്യുന്ന ഗൂഗിൾ മീറ്റ് എപ്പോഴും ലൈവായി കിടക്കുന്ന ഒരു ലിങ്ക് ഉണ്ടാവുമല്ലോ, നമ്മുടെ പേരും ടേൺ ഓഫ് ക്യാമറ അല്ലേ, ടേൺ ഓൺ മൈക്രോഫോൺ എന്ന ഒരു വിൻഡോ, ആ വിൻഡോ ഇതൊന്ന് സ്ലിപ്പായി പോകുന്നുണ്ട്. അതെന്തായിരിക്കും? അതിനെ സ്റ്റേബിൾ ആയിട്ട് നിർത്താൻ എന്തെങ്കിലും ഒരു മാർഗമുണ്ടോ? ഒന്ന് പറയാമോ? റേഞ്ചിന്റെ പ്രശ്നം അങ്ങനെ സംഭവിക്കുന്നത് റേഞ്ച് അല്ല മാഷെ, അത് റേഞ്ച് അല്ല ശരിക്കും. ഇവിടെ നല്ല റേഞ്ച് ഒക്കെ ഉണ്ട്. പക്ഷെ അതിനൊരു കാര്യം ചെയ്താൽ മതി. ഇല്ല ലീവ് ചെയ്ത് പോകുന്നില്ല. പക്ഷെ ആ വിൻഡോ അവിടെ നമ്മൾ എന്തെങ്കിലും കാരണവശാൽ ആ വിൻഡോ അവിടെ പെട്ടെന്ന് സ്ലിപ്പായി പോകുന്നുണ്ട്. അത് ജിമെയിലിന്റെ തന്നെ ഒരു ഓപ്ഷനാണ്. അത് നമുക്ക് സ്റ്റേബിൾ ആയിട്ട് നിർത്താനായിട്ട് പ്രത്യേകിച്ച് ഒന്നും ചെയ്യാൻ പറ്റില്ല. നമ്മൾ ഓൾറെഡി അത് ബാക്ക് ആയി പോവുക തന്നെ ചെയ്യും. അത് നമ്മൾ വീണ്ടും ഓപ്പൺ ആക്കുക എന്നുള്ളതല്ലാതെ പ്രത്യേകിച്ച് നമുക്ക് ചെയ്യാൻ പറ്റില്ല. കാരണം നമ്മൾ ആ വിൻഡോ ഒന്ന് ബാക്ക് ആയി പോകുമ്പോൾ നമ്മൾ വീണ്ടും നമ്മൾ ജിമെയിലിൽ നിന്നാണല്ലോ മീറ്റിൽ ജോയിൻ ചെയ്യുക. അതെ അതെ. അപ്പോ മെയില് മീറ്റ് എന്ന് പറഞ്ഞ 2 ടാബ് ആയിട്ട് വരും. അപ്പോ നമ്മൾ വീണ്ടും ജോയിൻ ചെയ്യാന്നുള്ളതല്ലാതെ പ്രത്യേകിച്ച് ഒന്നും ചെയ്യാൻ പറ്റില്ല. എന്റെ ഫോണിലൊക്കെ അങ്ങനെ തന്നെയാണ്. അല്ല, അതിനൊരു കാര്യം ചെയ്താൽ മതി. ലെഫ്റ്റ് സൈഡിൽ നോട്ടിഫിക്കേഷൻ വെച്ചാൽ വീണ്ടും അതോടെ കിട്ടും. ഓക്കെ, നോട്ടിഫിക്കേഷൻ കിട്ടും അല്ലേ? നോട്ടിഫിക്കേഷൻ എടുത്താൽ മതി, അവിടെ അന്നേരം കാണും. അവിടെ അല്ലെങ്കിൽ റീസെന്റ് ആപ്സ് എടുക്കാം. റീസെന്റ് ആപ്സിൽ നിങ്ങൾ നേരത്തെ തുറന്ന ലിങ്ക് അവിടെ കയ്യിൽ ചെയ്യാൻ അഡ്ജസ്റ്റ്, അത്രയേ ഉള്ളൂ. വീണ്ടും തുറന്നു വരാൻ സാധ്യതയുണ്ട്. പക്ഷെ എനിക്ക് തോന്നുന്നതോ നോട്ടിഫിക്കേഷനിൽ വേഗം അവിടെ കാണാറുണ്ട്. നോട്ടിഫിക്കേഷൻ ഓൺ ആണെങ്കിൽ സാധാരണ രീതിയിൽ നമ്മൾ ഇതിനെ തൊട്ട് കളിച്ചാൽ എന്തെങ്കിലും ബാക്കായാലും വരൂ. അങ്ങനെ വിൻഡോ മാറാനില്ല സാധാരണ. എനിക്ക് റേഞ്ചിന്റെ പ്രശ്നമുള്ള സമയത്ത് ഇങ്ങനെ സംഭവിക്കാറുണ്ട്. ഇപ്പോ വൈഫൈ ആയതുകൊണ്ട് ഇപ്പൊ സംഭവിക്കാറില്ല. മുൻപ് മൊബൈൽ ഡാറ്റ ഉപയോഗിക്കുന്ന സമയത്ത് റേഞ്ചിന്റെ പ്രശ്നം ഉണ്ടാകുന്ന സമയത്ത് ഇങ്ങനെ സംഭവിക്കാറുണ്ടായിരുന്നു. അല്ല, എനിക്കിവിടെ വൈഫൈ ആണ് ഉള്ളത്. അതുകൊണ്ട് അങ്ങനെ റേഞ്ചിന്റെ ഒരു ഇഷ്യൂ വരാറില്ല പൊതുവില്. ഇനി എന്തെങ്കിലും ഡൗട്ട്സ്? ഇത് പ്ലേ സ്റ്റോറിൽ അവൈലബിൾ അല്ലേ ഈ സാധനം? നമ്മളെ ഈ ടെക്സ്റ്റ് റീഡർ? അതെ അതെ, പ്ലേ സ്റ്റോറിൽ അവൈലബിൾ ആണ്. TECHFREEDOM അല്ലേ? അതല്ലേ അല്ലേ സ്പെല്ലിംഗ്? അതെ. ഓക്കെ. ഹലോ ഫാത്തിമ. പേര് ടെക് ഫ്രീഡം. ഹലോ ഫാത്തിമ, ക്ലിയർ ആണോ ഞാൻ പറയുന്നത്? ക്ലിയർ ആണ്. ഓക്കെ, ഇനി ആർക്കെങ്കിലും ഡൗട്ട് ചോദിക്കാനുണ്ടെങ്കിൽ പെട്ടെന്ന് ചോദിക്കാം, അല്ലെങ്കിൽ നമുക്ക് ജസ്റ്റ് ഒന്ന് വൈൻഡ് അപ്പ് ചെയ്യാം ക്ലാസ്. എന്തായാലും ആരും ഇല്ലാന്ന് കരുതുന്നു. നമുക്ക് ക്ലാസ് വൈൻഡ് അപ്പ് ചെയ്യാം. വളരെ നല്ല രീതിയിലാണ് ഫാത്തിമ ഇന്ന് നമ്മുടെ ക്ലാസ് എടുത്തത്. അവൾ പറഞ്ഞു, ക്ലാസ്സിന്റെ ഇൻട്രൊഡക്ഷനിൽ പറഞ്ഞു ഏറ്റവും ഫസ്റ്റ് ടൈമാണ് ക്ലാസ് എടുക്കണമെന്ന്. പക്ഷെ അതൊന്നും ഇവിടെ ഫീൽ ചെയ്തതേ ഉണ്ടായിരുന്നില്ല. വളരെ നന്നായിട്ട്. പറയൂ. കേക്കാമോ? റേഞ്ചിന്റെ ചെറിയൊരു പ്രശ്നമുണ്ട്. കേൾക്കുന്നുണ്ടോ? കേൾക്കുന്നുണ്ട്. ഒരു ഡൗട്ട് ഉണ്ട്. ആ ലിങ്ക് സേവ് ചെയ്യാന്ന് പറഞ്ഞില്ലേ? ലിങ്ക് സേവ് ഇപ്പൊ യൂട്യൂബിന്റെ ഒരു ലിങ്ക് സേവ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അവിടുന്ന് ഓപ്പൺ ചെയ്യാൻ പറ്റുമോ? അതാ ലിങ്ക് കോപ്പി ചെയ്ത് ബ്രൗസറിൽ പേസ്റ്റ് ചെയ്തിട്ടേ പറ്റുള്ളൂ? ലിങ്ക് നമുക്ക് ബ്രൗസറിൽ പേസ്റ്റ് ചെയ്തിട്ടാണ് പറ്റുക അല്ലേ? അല്ലാതെ അതിൽ നിന്ന് ഓപ്പൺ ചെയ്യാൻ പറ്റൂല അല്ലേ? പറ്റില്ല. ഓക്കെ. ക്ലിയർ ആണ്.
ചേച്ചി കേൾക്കുന്നില്ല കേട്ടോ. ഇവിടെ ഫോൺ വന്നിട്ടുണ്ടാവും. ഫോൺ വന്നത് കൊണ്ടായിരിക്കും ചിലപ്പം. ഫോൺ വന്നത് കൊണ്ടായിരിക്കും അങ്ങനെ. ഇപ്പൊ ഇത് ആരാ സംസാരിക്കുന്നത് ഇപ്പോ? ആരാ സംസാരിക്കുന്നത്? റേഞ്ചിന്റെ പ്രശ്നമായിരിക്കും ഇപ്പം. റേഞ്ചിന്റെ പ്രശ്നമുണ്ട് അല്ലേ? റേഞ്ചിന്റെ ഇഷ്യൂ ഉണ്ട്. ഹലോ. ആ കേൾക്കുന്നുണ്ട്. ക്ലിയർ ആണോ? ചെറിയൊരു റേഞ്ചിന്റെ പ്രശ്നമുണ്ട്. ശില്പ, നീ പറയുന്ന ക്ലിയർ ആവുന്നില്ല. അഫ്സൽ ഖാൻ, നന്ദി. ഒന്ന് വൈൻഡ് അപ്പ് ചെയ്യോ? ഓക്കെ. അപ്പോൾ നമ്മുടെ ഹെൻകയുടെ ഇന്നത്തെ ക്ലാസ് കൈകാര്യം ചെയ്തിട്ടുള്ളത് നമ്മുടെ ഫാത്തിമ വിഒ ആണ്. ടെക് ഫ്രീഡം എന്ന ആപ്ലിക്കേഷനെ കുറിച്ച് വളരെ നല്ല രീതിയിൽ തന്നെ ഫാത്തിമ ക്ലാസ് കൈകാര്യം ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഈ ക്ലാസ്സിൽ പങ്കെടുത്തവർക്കും അതുപോലെ തന്നെ നമുക്ക് വേണ്ടി ക്ലാസ് എടുക്കാൻ വേണ്ടി ഇവിടെ ക്ലാസ് എടുത്ത ഫാത്തിമക്കും എല്ലാവർക്കും ഒറ്റ വാക്കിൽ KFP യൂത്ത് ഫോറത്തിന്റെ പേരിൽ നന്ദി അറിയിച്ചുകൊണ്ട് ഈ പ്രോഗ്രാം വൈൻഡപ്പ് ചെയ്തതായി അറിയിക്കുന്നു. ശില്പ, ഇത് മീറ്റ് ആരായിരുന്നു റെക്കോർഡ് ചെയ്തിരുന്നത്? ഹലോ.